ഗുഡ് ഈവനിങ് ഓൾ. സൈലന്റ് ബ്രദർ എടുത്തോട്ടോ. Good evening, sir. ഓക്കെ. ഷെറിൻ, മാഗ്നിഫിക്കേഷന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞേ. m is equal to minus v by u. ഓക്കെ. ഹൈറ്റ് തന്നിരിക്കുന്നെങ്കിലോ? hi by h. hi/h. ബാദുഷാ, സൈൻ കൺവെൻഷൻ എന്ന് പറഞ്ഞേ. സൈൻ കൺവെൻഷൻ. സൈൻ കൺവെൻഷൻ, ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ. ഷാരൂഖ്, ഫാറൂഖ്, സൈൻ കൺവെൻഷൻ എന്ന് പറഞ്ഞേ. ന്യൂ കാർട്ടീഷ്യൻ. അറിയില്ല. അമീൻ ഷാജി എന്ന് പറഞ്ഞേ. സാർ സൈൻ കൺവെൻഷൻ അറിയില്ല. സൈൻ കൺവെൻഷൻ അറിയില്ല. അബ്ദുൽ അസീസ് എന്ന് പറഞ്ഞേ. Sorry, m is equal to 1. Same. സൈൻ കൺവെൻഷൻ, സൈൻ കൺവെൻഷൻ, ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ. അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറഞ്ഞു. അറിയില്ല. മുഹമ്മദ് ഫാസിൽ, സാർ ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ. ഒബ്ജക്റ്റ് ഓഫ് ഡിസ്റ്റൻസ് നെഗറ്റീവ്. ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ. പിന്നെ ഇമേജ് ഡിസ്റ്റൻസ് പോസിറ്റീവ് നെഗറ്റീവ്. ഇമേജ് ഡിസ്റ്റൻസ് പോസിറ്റീവും നെഗറ്റീവും വരാം. കാരണം അത് വിർച്വലും റിയലും. അത് വിർച്വലും റിയലും ആ. ഓക്കെ, മിടുക്കൻ. പിന്നെ ഒബ്ജക്റ്റിന്റെ ഹൈറ്റോ? ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് പോസിറ്റീവ്. ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് പോസിറ്റീവോ? ഇമേജിന്റെ ഹൈറ്റോ? പോസിറ്റീവ് നെഗറ്റീവ് വരാം. പോസിറ്റീവും വരാം, നെഗറ്റീവും വരാം. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. എബിൻ കെ എൽദോസ്, സാർ മിറർ ഫോർമുല എന്ന് പറഞ്ഞു. മിറർ ഫോർമുല, മിറർ ഫോർമുല. സാർ അറിയില്ല സാർ. മിറർ ഫോർമുല അറിയില്ല. മുഹമ്മദ് ഇൻസാഫ് എന്ന് പറഞ്ഞേ. മുഹമ്മദ് ഇൻസാഫ്, മിറർ ഫോർമുല. 1 by f is equal to 1 by v പിന്നെ a plus 1 by u. 1 by u. ഓക്കെ. എബിന് അറിയില്ല അല്ലെ? കഷ്ടം. സാർ ഞാൻ വല്ല സെന്റൻസ് ആണെന്ന് കിട്ടിയിരിക്കുന്നു, പെട്ടെന്ന് ക്ലിക്ക് മിറർ ആയില്ല. ഫോർമുല, മിറർ ഫോർമുല അതാണ്, അത് പഠിക്കണ്ട. പിന്നെ മുഹമ്മദ് സാബിത്ത്, അതിന്റെ ഹെഡിങ് നമ്മൾ മിറർ ഫോർമുല എന്ന് കൊടുത്തിട്ടില്ലേ? മിറർ ഫോർമുല എന്നല്ല ഹെഡിങ് കൊടുത്തിരിക്കുന്നേ. മുഹമ്മദ് സാബിത്ത്,
മുഹമ്മദ് സാബിത്തെ മാഗ്നിഫിക്കേഷൻ 1 ആണെങ്കിൽ എന്താ മീൻ ചെയ്യാ? മാഗ്നിഫിക്കേഷൻ 1 ആണെങ്കിൽ അയ്യോ, ഇത് വേറെ ക്ലാസ് ആണ്. ഇത് ഞാൻ പഠിപ്പിച്ച ക്ലാസ് അല്ലേ ഇത്? ബിലാൽ നാസർ, മാഗ്നിഫിക്കേഷൻ 1 ആണെങ്കിൽ മീനിങ് എന്താ പറഞ്ഞോ? HIയും HIയും ഈക്വൽ ആയിരിക്കും അല്ലെ? ഹൈറ്റ് ഓഫ് ദി ഇമേജും ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റും ഈക്വൽ ആയിരിക്കും. ഓക്കെ. മുഹമ്മദ് അബ്ദുറഹ്മാൻ, മാഗ്നിഫിക്കേഷൻ ഒരു 3 ആണെങ്കിൽ അതിന്റെ മീനിങ് എന്താ? ഹൈറ്റ് ഓഫ് ഇമേജ് ഒബ്ജക്റ്റിനേക്കാളും വലുതായിരിക്കും. വലുതായിരിക്കും. ഒന്നുകൂടെ ഒന്ന് ക്ലാരിറ്റി വരുത്തി പറയാമോ? എത്ര ടൈംസ് ആയിരിക്കും? ഗ്രേറ്റർ ദാൻ. അല്ല, ഇപ്പൊ 3 ആണെങ്കിൽ എത്ര ടൈംസ് ഉണ്ടാവും അത്? അതാ വാല്യൂല് മാഗ്നിഫിക്കേഷൻ. ഹൗ മെനി ടൈംസ്? 3 ടൈംസ്. 3 ടൈംസ് പറഞ്ഞാൽ മതി. ഓക്കെ. ഈ ഷാരൂഖും ബാദുഷ, അമീൻ ഷാജി, അബ്ദുൽ അസീസ്, അബിൻ സാബിത്ത് ഇവരൊക്കെ എന്തിനു വന്നിരിക്കുന്നതാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ ആരാണ്? അച്ചു. വളരെ സിമ്പിൾ ആയിട്ട്, ഒരുപാട് വലിയതൊന്നുമില്ല. ആകെ 2 ഇക്വേഷനും പിന്നെ ആ സൈനും, അത് മാത്രമേ ഉള്ളൂ. അതുപോലും പറയാൻ പറ്റുന്നില്ല. അച്ചു, അച്ചുവിന് എന്താ കൊടുക്കുക? ആ സൈൻ കൺവെൻഷൻ ഒന്നുകൂടെ പറഞ്ഞേ. എല്ലാം പറഞ്ഞോ, ഫുള്ള് പറഞ്ഞോ. സൈൻ കൺവെൻഷൻ നമ്മൾ പോളിന്നാണ് എടുക്കുന്നത്. നമ്മൾ പോളിന്ന് എടുക്കുള്ളൂ. മിടുക്കൻ. പിന്നെ റൈറ്റ് ഓഫ് ദ പോൾ പോസിറ്റീവ്, ലെഫ്റ്റ് നെഗറ്റീവ്. പോളിന്റെ റൈറ്റിലേക്ക് ഒരു ഡിസ്റ്റൻസ് എടുക്കുവാണെങ്കിൽ അത് പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ഫൈൻ. പിന്നെ ലെഫ്റ്റിലേക്കാണെങ്കിൽ അത് നെഗറ്റീവ് ആയിരിക്കും. അതേസമയം പോളിന്റെ ലെഫ്റ്റിലേക്കാണ് ഡിസ്റ്റൻസ് എടുക്കുന്നതെങ്കിൽ അത് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, വെരി ഗുഡ്. പിന്നെ ഇമേജ് ഹൈറ്റ് പോസിറ്റീവ് ആയിരിക്കും. ഇമേജ് ഹൈറ്റ് പോസിറ്റീവ് ആയിരിക്കും. അല്ല, സോറി, ഒബ്ജക്റ്റ് ഹൈറ്റ് പോസിറ്റീവ് ആയിരിക്കും. ഒബ്ജക്റ്റ് ഹൈറ്റ് പോസിറ്റീവ് ആയിരിക്കും. പിന്നെ ഇമേജ് പോസിറ്റീവും നെഗറ്റീവും വരും. വിർച്വലും റിയലും വരും. ഇങ്ങനെയാ പഠിക്കണ്ടേ? ഇങ്ങനെ പഠിക്കണം. അറിയില്ല സാറേ എന്ന് പറയാൻ എളുപ്പമാണ് കേട്ടാ, ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഇവരുടെയൊക്കെ പേര് ഞാനൊന്ന് നോട്ട് ചെയ്ത് വെക്കണ്ട കേട്ടാ, ഒരു വാണ്ടഡ് ലിസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട്. ഇനി എപ്പോഴും ചോദ്യം ചോദിക്കണം ഇനി ഇവരോട് ഇനി കേട്ടാ. ഇതറിയില്ല എന്ന് പറഞ്ഞവനോ എനിക്ക് ഭയങ്കര സംശയ കേട്ടാ. അവന് ഞാൻ എന്ത് പഠിപ്പിച്ചാലും ഈ ടീമുകളെ ഞാൻ പിടിക്കും കേട്ടാ. ഓക്കെ, അതുകൊണ്ട് അവരിനി നാളെ പോലെ പഠിച്ചിട്ട് പോരാ, അല്ലെങ്കിൽ എല്ലാ ദിവസവും നമുക്ക് എഴുതി പഠിക്കാം. ഓക്കെ, വായിച്ചു പഠിക്കാത്തവരെ എഴുതി പഠിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അപ്പൊ നമ്മൾ പ്രോബ്ലം ആണ് ചെയ്തുകൊണ്ടിരുന്നത്. ആ പ്രോബ്ലത്തിന്റെ കണ്ടിന്യൂവേഷൻ ആണ് അല്ലെ? സെക്കൻഡ് ക്വസ്റ്റിന്റെ കണ്ടിന്യൂവേഷൻ കേട്ടാ. സെക്കൻഡ് അല്ലേ ഇന്നലെ ചെയ്ത? ഇമാജിൻ ദാറ്റ് എ സ്പെരിക്കൽ മിറർ എന്നുള്ള ക്വസ്റ്റ്യൻ അല്ലേ? ഇമാജിൻ ദാറ്റ് എ സ്പെരിക്കൽ മിറർ, അതല്ലേ ചെയ്യുന്നത്? എല്ലാരും ബുക്ക് എടുത്ത്. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, ഇവര് എല്ലാരും ഒന്ന് ബുക്ക് ഒന്ന് കാണിച്ച്. ഞാൻ ഇന്നലെ ബുക്ക് നിങ്ങളോട് കാണിക്കാൻ പറഞ്ഞിരുന്നോ? കാണിച്ചിരുന്നോ? ഓക്കെ. ക്ലാസ് തീരുമ്പോ ആ ബുക്ക് ഒന്ന് കാണിച്ചിട്ട് പോണോ കേട്ടോ എല്ലാരും. ക്ലാസ് തീരുമ്പോ മതി കേട്ടാ, പ്രത്യേകിച്ച് ഇവരൊക്കെ കേട്ടാ. ഇവരെന്താ എഴുതുന്നതെന്ന് എനിക്കൊന്ന് അറിയണം. ഓക്കെ, വെയിറ്റ്, ഞാൻ ഈ ബോർഡ് ഒന്ന് ഷെയർ ചെയ്യട്ടെ കേട്ടോ. പറഞ്ഞോ. ഒരു പേപ്പർ എടുക്കാൻ നോക്കോട്ടെ. പോയിട്ടോ പെട്ടെന്ന്. നിങ്ങൾ തന്നെ ഒന്ന് ആൻസർ ചെയ്ത് നോക്കി. അത് തന്നെ ആൻസർ ചെയ്ത് നോക്കി കേട്ടാ. ഓക്കെ, തന്നെ ചെയ്ത് നോക്ക്. അല്ല, ഞാൻ ക്വസ്റ്റ്യൻ തന്നേക്കുന്നല്ലേ? ക്വസ്റ്റ്യൻ തന്നിട്ടില്ല നിങ്ങക്ക്? ഒന്ന് തന്നെ ചെയ്ത് നോക്ക്. തന്നെയല്ലേ ചെയ്യണ്ടേ കേട്ടോ. പറഞ്ഞോ. അല്ല, എ ബാച്ചിലും അവിടെ നമ്മൾ നിർത്തിയില്ലായിരുന്നു. ഒരു ക്വസ്റ്റ്യൻ എഴുതിയല്ലേ നിർത്തി? എ ബാച്ചിലും നമ്മളൊരു ക്വസ്റ്റ്യൻ എഴുതിയല്ലേ നിർത്തിയായിരുന്നേ? മൂന്നാമത്തെ ഒബ്ജക്റ്റ് ഓഫ് 5 സെന്റിമീറ്റർ. അതല്ല, ഇമാജിൻ ദാറ്റ് എ സ്പെരിക്കൽ മിറർ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ എഴുതിയല്ലേ നിർത്തിയേക്കുന്നേ? അത് കഴിഞ്ഞ് 3 ചോദ്യം വിളിച്ചത്. അത് കഴിഞ്ഞ ഇപ്പൊ അവൻ പറഞ്ഞ ചോദ്യം കഴിഞ്ഞിട്ട് 2 ക്വസ്റ്റ്യനും കൂടി ചെയ്തു. ഇവനെന്നാ ലീവ് ആയിരുന്നോ? അബ്സെന്റ് ആയിരുന്നോ? അല്ല, അവൻ എ ബാച്ചാണ്. അല്ല, എ ബാച്ചിലാണെങ്കിലും ഇന്ന് രാവിലെ അല്ലേ വരാത്തേ ഉള്ളൂ. അപ്പൊ പിന്നെ ഇന്ന് എടുത്താ ഞാൻ ഇവിടെ എടുക്കാൻ പോകുന്ന. അതാ ഞാൻ ചോദിച്ചേ. കഴിഞ്ഞ ദിവസം ലീവ് ആയിരുന്നോ? ഞാൻ ഇന്നലെ ഒരു 15 മിനിറ്റ് ലെക്ചർ ആയിരുന്നു. ഓക്കെ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ തൊട്ട് എഴുതിയെടുത്തോ. ഞാൻ ക്വസ്റ്റ്യൻ ഒന്നുകൂടി ഒന്ന് ബോർഡിൽ എഴുതാം. ബാക്കിയുള്ളവർ ചെയ്തോ. തന്നെ ചെയ്യാട്ടോ. ഇമാജിൻ
that a spherical mirror, അതുപോലെ പഠിക്കാണ്ട് വരുന്നവരോട് കേട്ടാ, നിങ്ങൾ പഠിച്ചിട്ട് വന്നാലാണ് എന്റെ ക്ലാസ് നന്നാവുള്ളൂ കേട്ടാ. ഓക്കെ, ഫോർ എവറി ആക്ഷൻ there is an equal and opposite reaction എന്നാണ് ന്യൂട്ടന്റെ ലോ. ഓക്കെ, തേർഡ് ലോ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ നിങ്ങളുടെ റിയാക്ഷൻ മോശമായി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്റെ എന്നുള്ള ആ ഒരു തിരിച്ചുള്ള ഇതിലും ഒരു ചെറിയൊരു പ്രശ്നം വരും. ഓക്കെ, അത് ഇപ്പൊ എല്ലാ മേഖലയിലും അങ്ങനെയാണ് അല്ലെ. നമ്മൾ മറ്റുള്ളവരോട് പെരുമാറുന്നതാണെങ്കിൽ പോലും ഒരാൾ നമ്മളോട് എപ്പോഴും മോശമായിട്ടാണ് പെരുമാറുന്നതെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ സ്നേഹവും പയ്യെ അയാളോട് കുറഞ്ഞു വരും. നേരിട്ട് നിങ്ങളെ സ്നേഹിക്കില്ല എന്നല്ല കേട്ടോ, ഞാനതല്ല ഉദ്ദേശിച്ചേ കേട്ടാ. അപ്പൊ നമ്മൾ ഈ പറയുന്ന ആ ഒരു അറ്റ്മോസ്ഫിയറിന് നല്ല പ്രാധാന്യമുണ്ട്. ഇപ്പൊ നിങ്ങൾ ആരും ആൻസർ പറയുന്നില്ല, പിറ്റേ ദിവസം ചോദിക്കുമ്പോൾ ആർക്കും ഉത്തരവില്ല, പഠിപ്പിക്കുന്നത് മനസ്സിലാവുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഞാനും തളരില്ലേ. ഓക്കെ, അതുകൊണ്ട് അടുത്ത ക്ലാസ് മുതൽ ഈ പറഞ്ഞിരിക്കുന്നവർ കേട്ടോ 6 പേരൊക്കെ ആദ്യമായിട്ടാണ് 6 പേരൊക്കെ ആൻസർ, അതും സൈനാ ചോദിച്ചുള്ളൂ, വേറെ ഒന്നും ചോദിച്ചില്ല. സൈൻ പോസിറ്റീവോ നെഗറ്റീവോ എന്നുള്ളത് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഓക്കെ, ഉഴപ്പാൻ എളുപ്പമാണ് കേട്ടോ, ഉഴപ്പാൻ ഭയങ്കര എളുപ്പാ. ഉഴപ്പിൽ പെടാണ്ടിരിക്കാനാണ് പാട്. ഇമാജിൻ ദാറ്റ് എ സ്ഫെറിക്കൽ മിറർ gives a virtual image magnified 5 times at a distance 5 meter. At a distance 5 meter. At a distance 5 meter. If so, determine whether the mirror is concave or convex. If so, determine whether mirror is concave or convex. Mirror is concave or convex. How much will be the focal length of mirror? How much will be the focal length of mirror? How much will be the focal length of mirror? ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. ഒന്ന് പറഞ്ഞേ ബാദുഷ. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. സാർ ചെയ്തില്ല സാർ. ക്വസ്റ്റ്യനും ഇല്ലേ നിനക്കാ? ഇല്ല സാറേ, ഇതിനേ ഉള്ളൂ. ഞാൻ ഇന്നലെ നിങ്ങൾ ആരും റെക്കോർഡ് ക്ലാസ് കേൾക്കുന്നില്ല? ഇല്ല സാർ, ഇന്നലെ കേറിയായിരുന്നു ഞാൻ. ഷാരൂഖ്, ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ ഷാരൂഖ്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഷാരൂഖ് ഇതിനകത്തുണ്ടോ? ഷാരൂഖ് പോയോ? അമീൻ ഷാജി ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. അമീൻ ഷാജി ക്വസ്റ്റ്യൻ വായിക്കാനാ? ക്വസ്റ്റ്യൻ വായിച്ചോ. ഒരു സ്പെറിക്കൽ മിറർ ആ തലേന്ന് കൈയെടുത്തേ അമീനെ, തലേന്ന് കൈയെടുത്തേ. നേരെ നിവർന്നിരുന്നേ. ആ ഇരിപ്പ് തന്നെ ഒന്ന് നേരെ ആക്കി. എന്തൊന്ന് വായിച്ചേ. Imagine that a spherical mirror gives virtual image magnified. എന്ത് ഇമേജ് ഫോം ചെയ്തിരിക്കുന്നത്? വിർച്വൽ ഇമേജ് എവിടെ ഫോം ചെയ്യുന്നത്? മിററിന്റെ ബാക്കിലാണോ ഫ്രണ്ടിലാണോ? ബാക്കിലാണ്. ഫ്രണ്ടിലാണെങ്കിൽ നിനക്കത് സ്ക്രീൻ വെച്ച് കിട്ടും അല്ലെ? അമീൻ ഷാജിക്ക് അതൊരു സ്ക്രീൻ വെച്ച് എടുക്കാൻ പറ്റും ഫ്രണ്ടിലാണെങ്കിൽ. ബാക്കിലായതുകൊണ്ടാണ് അമീൻ ഷാജിക്ക് അത് എടുക്കാൻ പറ്റും, സ്ക്രീനിൽ കിട്ടാത്ത. അപ്പൊ വിർച്വൽ ഇമേജ് എന്ന് പറയുന്ന അത് മിററിന്റെ ബാക്കിലാണ്. ബാക്കി 5 times at distance 5 meters. 5 times. അത് ഏത് മിററാ? കോൺകേവ് ആണോ കോൺവെക്സ് ആണോ? കോൺവെക്സ് ആണോ? കോൺവെക്സ് ആണോന്നാണോ കോൺവെക്സ് ആണെന്ന് പറയണം. എന്തുകൊണ്ടാണ് കോൺവെക്സ് ആയത്? അത് 5 times മാഗ്നിഫൈഡ് ഇമേജ്. മാഗ്നിഫൈഡ് എന്ന് കേട്ടാൽ അവിടെ കോൺവെക്സ് ഇല്ല. കോൺകേവ് മിററിന് എന്താ പറയാ, ഡിമിനിഷ്ഡ് ആയിട്ടുള്ള ഇമേജ് മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അല്ലെ? കോൺവെക്സില് എൻലാർജ്ഡ് ഇമേജിന്റെ കേസേ വരുന്നില്ല. അതുകൊണ്ട് മാഗ്നിഫൈഡ് എന്ന് കണ്ട ധൈര്യമായിട്ട് അവിടെ പറഞ്ഞു അത് ഏതാന്ന്?
കോൺകേവ് ആണ് കേട്ടോ. അപ്പൊ അത് കോൺകേവ് മിറർ ആണ്. പിന്നെ അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ. ഇത് കോൺകേവ് ആണോ കോൺവെക്സ് ആണെന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. പിന്നെ അടുത്തതാണ് If so, determine whether അല്ല അതിന് മുമ്പ് ഒരു ഡിസ്റ്റൻസ് ഉണ്ട്. ആ ഡിസ്റ്റൻസ് എന്താ? ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് ആണോ ഇമേജിന്റെ ഡിസ്റ്റൻസ് ആണോ? ഇങ്ങനെ വെർച്വൽ ഇമേജ് മാഗ്നിഫൈഡ് 5 times at a distance 5 meter. അതാ ചോദിച്ചത്. ആ ഡിസ്റ്റൻസ് 5 മീറ്റർ ഞാൻ ചോദിച്ചത്. അത് ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് ആണോ ഇമേജിന്റെ ഡിസ്റ്റൻസ് ആണോ? ആ ഒബ്ജക്റ്റിന്റെ ആണോ? ക്വസ്റ്റ്യൻ വായിക്കേ. എനിക്കെന്താ ക്വസ്റ്റ്യൻ വായിക്കാൻ മനസ്സിലാവുന്നില്ല. അതിനകത്ത് എന്തെന്ന് എഴുതിയേക്കുന്നേ? ഇമേജിന്റെ ഇമേജ് ആണ്. ഇമേജ് മാഗ്നിഫൈഡ് 5 times at a distance. എന്തിന്റെ ഡിസ്റ്റൻസ് ആണ്? ഒബ്ജക്റ്റിന്റെ ആണ്. ഒബ്ജക്റ്റ് എന്ന വാക്ക് പോലും അതിലില്ലല്ലോ അമീനെ. ഒബ്ജക്റ്റ് എന്ന വാക്ക് അതിലുണ്ടോ? എവിടെയെങ്കിലും ഉണ്ടോ? അപ്പൊ പിന്നെ അവിടെ ഒബ്ജക്റ്റ് എന്ന് പറയാവോ? അപ്പൊ എന്തിന്റെ ഡിസ്റ്റൻസ് അതാ? ഇമേജ് ഡിസ്റ്റൻസ് വി എത്രയാപ്പോ? V5. ഞാൻ എഴുതൂല, ഞാൻ എഴുതില്ല. +5 +5. ഓക്കെ, +5 ആണ്. ഇനി അടുത്ത മാഗ്നിഫിക്കേഷൻ എത്ര തന്നേക്കുന്നേ? മാഗ്നിഫിക്കേഷൻ പ്ലസ് ആണെന്ന് എങ്ങനെയാ മനസ്സിലായ അമീന്? എം പ്ലസ് ആണെന്ന് എങ്ങനെയാ മനസ്സിലായെന്ന് വി പ്ലസ് ആണ്. 5 times 5 times ഇവിടെയുണ്ട് പ്ലസ് ആവണം. എങ്ങനെയാന്ന് വിർച്വൽ ആയതുകൊണ്ട് അറിയില്ലെങ്കിൽ അവിടെ എഴുതി വിരിക്കുക. വിർച്വൽ ഇമേജ് ആയതുകൊണ്ടാണ് മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആയത്. മനസ്സിലായോ? മാഗ്നിഫൈഡ് 5 times എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇത് കോൺകേവ് എടുത്ത്. മാഗ്നിഫൈഡ് എന്ന് കണ്ടിട്ടാണ് നമ്മൾ ഇത് കോൺകേവ് എടുത്ത്. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളണം കേട്ടോ. നിങ്ങൾ സംശയം ചോദിക്കണം. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ സംശയം ചോദിക്കണം. അല്ലാണ്ട് പിറ്റേ ദിവസം ചോദിക്കുമ്പോൾ അറിയില്ല എന്ന് പറയുമ്പോൾ അത് ന്യായമല്ല കേട്ടോ. ഇന്നിപ്പോ എന്തെങ്കിലും പഠിപ്പിക്കാൻ മനസ്സിലായില്ലെങ്കിൽ ചോദിച്ചോളണം കേട്ടോ. ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ഇനി നാളെ മാഗ്നിഫൈഡ് ഇമേജ് ഫോം ചെയ്യുന്ന മിറർ ഏതാന്ന് ചോദിക്കുമ്പോൾ വായും വിളിച്ചിരിക്കരുത് കേട്ടോ. മാഗ്നിഫൈഡ് ഇമേജ് ഫോം ചെയ്യുന്ന മിറർ കോൺകേവ് ആണ്, കോൺവെക്സ് അല്ല. ഓക്കെ, അതുകൊണ്ടാണ് നമുക്ക് ഇത് കോൺകേവ് ആണെന്ന് മനസ്സിലായത്. അപ്പൊ മാഗ്നിഫിക്കേഷന്റെ വാല്യൂം നമ്മൾ ഇവിടെ എഴുതി വെച്ചു 5 + 5. ഓക്കെ ആണല്ലോ. ഇനി മാഗ്നിഫിക്കേഷന്റെ ഇക്വേഷൻ ഒന്ന് പറഞ്ഞേ ഗൗരി. മാഗ്നിഫിക്കേഷന്റെ ഇക്വേഷൻ ഒന്ന് പറഞ്ഞേ. -v/u. m - -v/u. ഓക്കെ, m എത്രയാ? ആണോ? പറഞ്ഞോ. m +5 +5. വിയോ? വിയും +5. +5. ഓക്കെ. ഇനി യു എങ്ങനെ കണ്ടുപിടിക്കണം എന്ന് അറിയില്ലാത്തവരൊന്ന് കൈവക്കി. ഈ യുവിനെ എങ്ങനെ കണ്ടുപിടിക്കണം? ഈ യു ചെയ്യാൻ വേണ്ടി മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ മതി എന്നുള്ളവരൊന്ന് കൈവക്കി. യു കണ്ടുപിടിക്കാൻ മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ മതി എന്നുള്ളവര്. ഓക്കെ, എത്ര പേരുണ്ട്? ഒരു 5-6 പേരുണ്ട് അല്ലെ. ഒരു തെറ്റ് അവിടെയാണ് കേട്ടോ. ഒരു തെറ്റ് നിങ്ങളിൽ ഒരു നല്ലൊരു ശതമാനം പേരും ചിലപ്പോൾ അറിയാണ്ട് ചെയ്തു പോകും. മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ഇത് കണ്ടുപിടിക്കാനായിരുന്നെങ്കിൽ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ മതിയായിരുന്നു. മനസ്സിലായോ? പക്ഷെ ഇതാ കണ്ടുപിടിക്കണ്ടേ. നിങ്ങൾ ഇതിനു വേണ്ടി ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കി. ഇവിടെ ഒരു 1 ഉണ്ടല്ലോ, ഒന്ന് ക്രോസ് ചെയ്ത് നോക്കി. ഇവിടെ m × u = -v × 1 - v. ഓക്കെ ആണല്ലോ. അപ്പൊ v കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ u അല്ല കണ്ടുപിടിക്കണ്ടേ. u കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? -v/m ചെയ്യണം. ഓക്കെ, ഇനി അങ്ങനെ അല്ലെങ്കിൽ വേറൊരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. ഇത് തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്താൽ മതി. ഇങ്ങനെ ഒരു ഫ്രാക്ഷൻ തരുമ്പോൾ താഴത്തെ അറിയില്ലെങ്കിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്താൽ മതി. മനസ്സിലായോ? ഒരു കുഴപ്പമില്ല. അതായത് u = -v/m എന്ന് വരും. താഴത്തെയാണ് കണ്ടുപിടിക്കാനുള്ളതെങ്കിൽ കേട്ടോ. അത് അവിടെ എവിടെയെങ്കിലും ഒന്ന് കാണിച്ചേക്കട്ടോ അറിയില്ലാത്തവര്. കാരണം ഒരുപാട് പേര് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യും, എനിക്കറിയാം കേട്ടോ. ഒരുപാട് പേര് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യും. കാരണം എന്താ? ഒരു മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് ആ ശീലമാണ്. അതുകൊണ്ട് അവർ നേരെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യും. കാരണം ഇതിനകത്ത് ഇമേജ് തന്നിട്ടുണ്ട് അവര്, അത് മുകളിലാണ് വരുന്നത്. ഓക്കെ, ഒബ്ജക്റ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്ക് ഇപ്പൊ 10 = 20/2 എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് വേറൊരു കാര്യം പറഞ്ഞുതരാം. എപ്പോഴെങ്കിലും എവിടെയെങ്കിലും നിങ്ങൾക്ക് ഫ്രാക്ഷനിൽ എന്തെങ്കിലും ചെയ്യേണ്ട അറിയില്ല, മൾട്ടിപ്ലിക്കേഷൻ എന്തെങ്കിലും അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് സിമ്പിൾ ആയിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്ത് നോക്കിയിട്ട്, ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. എനിക്ക് ഇവിടെ ഈ യു കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഓക്കെ, എനിക്ക് യു ഉണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഈ 2 ഇവിടെ ഇങ്ങനെ ഒരു ഫ്രാക്ഷൻ എഴുതി. ഇതേപോലുള്ള ഒരു ഫ്രാക്ഷൻ ആണ്. കുറച്ചുകൂടെ ഇവിടെ ശ്രദ്ധിച്ചെല്ലാരും. ഇവിടെ ഇതേപോലെ ഒരു ഫ്രാക്ഷൻ ആണ് ഇത്. 10 = 20/2. ഈ 2 കണ്ടുപിടിക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? 20നെ 100 കൊണ്ട് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 200 അല്ലേ ആവുള്ളൂ. 2 കണ്ടുപിടിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? 20യെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. മനസ്സിലായോ? ഓക്കെ, അതായത് ഇത് തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്താൽ മതി. അത്രേ ഉള്ളൂ. ഇത് തമ്മിൽ അങ്ങോട്ടും എല്ലാത്തിനും പറ്റില്ല കേട്ടോ.
ഈ ഒരു ഫോമിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ ഡിനോമിനേറ്ററും ഇതും നമ്മൾ ഇന്റർചേഞ്ച് ചെയ്താൽ ഒരു കുഴപ്പമില്ല കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ ക്രോസ് ചെയ്തിട്ട് അങ്ങനെ പഠിക്കണമെങ്കിൽ അങ്ങനെ ഓർത്തിരിക്കുക കേട്ടോ, തെറ്റിക്കരുത്. അതാണ് ഫൈനൽ. ഓക്കെ, ചെയ്തോ. അപ്പൊ ഒന്ന് പറഞ്ഞേ അബ്ദുൽ അസീസ്, എന്ത് കിട്ടും? അബിൻ ചോദിച്ചു, ഇങ്ങനെ ചോദിച്ചോളണം, ചോദിച്ച് ക്ലിയർ ആയിക്കോളാം. പറഞ്ഞോ. സാർ ഈ നെഗറ്റീവിനെ പോസിറ്റീവ് വെച്ച് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന പ്രൊഡക്റ്റ് പോസിറ്റീവ് ആയിരിക്കും നെഗറ്റീവ് ആയിരിക്കും? നെഗറ്റീവ് നമ്മള് മൾട്ടിപ്ലിക്കേഷന്റെ അതേ റൂളാ. നെഗറ്റീവ് പോസിറ്റീവ് വന്നാൽ മാത്രം നെഗറ്റീവ് ആണ്, ബാക്കിയുള്ള സമയത്തെല്ലാം പോസിറ്റീവാ. ഓക്കെ, നമ്മൾ പഠിച്ചില്ലേ സെയിം സൈൻ ആണെങ്കിൽ ആഡ് ചെയ്യുന്ന, ഡിഫറെന്റ് സൈൻ ആണെങ്കിൽ സബ്സ്ട്രാക്ട് ചെയ്യുന്ന പഠിച്ചില്ലേ. മൾട്ടിപ്ലിക്കേഷനിൽ അതേ റൂളാ. ആഡിന് പകരം പോസിറ്റീവ് ആവും, സബ്സ്ട്രാക്ടിന് പകരം അവിടെ സൈൻ ആവുന്നുള്ളൂ, മൈനസ്. ഓക്കെ, സെയിം സൈൻ അഡീഷൻ, ഡിഫറെന്റ് സൈൻ സബ്സ്ട്രാക്ഷൻ എന്നുള്ള 2 വരി ഓർത്താൽ മതി എപ്പോഴും. അത് മൾട്ടിപ്ലിക്കേഷനിൽ ഉപകാരപ്പെടും, കാരണം അഡീഷന് പകരം അവിടെ പ്ലസും സബ്സ്ട്രാക്ഷന് പകരം മൈനസും ആണ് സൈൻ വരാന്നുള്ളൂ. ഓക്കെ, അപ്പൊ u ഇസിക്കൽ ടു മൈനസ് വി ബൈ എം എന്ന് വരും, അതായത് മൈനസ് 5/5 വിച്ച് ഇസ് ഈക്വൽ ടു എത്ര കിട്ടും അബ്ദുൽ ഹലീമെ? വിച്ച് ഇസ് ഈക്വൽ ടു സാർ എന്റെ അടുത്താണോ? -1. ഇത് പോസിറ്റീവ് കിട്ടിയാൽ ശരിയാണോ തെറ്റാണോ? യു പോസിറ്റീവ് കിട്ടിയാൽ ശരിയാണോ തെറ്റാണോ ഹലീമെ? സാർ യു പോസിറ്റീവ് കിട്ടിയാൽ ശരിയാണോ തെറ്റാണോ? യുടെ വാല്യൂ പോസിറ്റീവ് കിട്ടി കഴിഞ്ഞാൽ അബ്ദുൽ ഹലീമ് ചെയ്തു വന്നപ്പോ പോസിറ്റീവ് കിട്ടിയാൽ ശരിയാവോ തെറ്റാവോ? ഈ ക്വസ്റ്റ്യൻ നോക്കണ്ട. എപ്പോഴെങ്കിലും യുടെ വാല്യൂ കണ്ടുപിടിക്കുമ്പോ ശരിയാണ്, യുടെ വാല്യൂ പോസിറ്റീവ് കിട്ടിയാൽ ശരിയാവോ ഹയ? എന്താ ശരിയാവൂലാത്തെന്നൊന്ന് പറഞ്ഞു കൊടുത്തേ അഹമ്മദ് ഹലീമിന്. പാവം, അവൻ ഇന്ന് ക്ലാസ്സിൽ വന്നോളൂ, ഒന്ന് പറഞ്ഞു കൊടുക്കട്ടാ. യു എപ്പോഴും പോളിന്റെ ലെഫ്റ്റ് സൈഡിലാണ്. കേട്ടോ ഹലീമേ? ഒബ്ജക്റ്റ് നമ്മൾ മിററിന്റെ ഇവിടെ കൊണ്ടുപോയി വെക്കുക കേട്ടാ. ഹലീമ് മിറർ നോക്കാൻ മിററിന്റെ പുറകെ പോയി നിൽക്കുവോ? ഇല്ലല്ലോ, എപ്പോഴും ഇവിടെ വരിക. അപ്പൊ ഡിസ്റ്റൻസ് എപ്പോഴും നെഗറ്റീവ് ആണ് കേട്ടോ, അത് പോസിറ്റീവ് വരൂല. അപ്പൊ നമുക്ക് ചെയ്ത് നോക്കുമ്പോ അറിയാൻ പറ്റും. പോസിറ്റീവ് വന്നാൽ നിങ്ങളുടെ തെറ്റിയിട്ടുണ്ട് അത് കേട്ടാ. ഓക്കെ, നെഗറ്റീവേ കിട്ടാൻ പാടുള്ളൂ. ഇനി അപ്പൊ ഇത് കിട്ടി, ഇത്രയല്ലേ ഉള്ളൂ. അല്ല, ഫോക്കൽ ലെങ്ത് കണ്ടുപിടിച്ചോ. 1/f ഈക്വൽ ടു 1/v പ്ലസ് 1/u. പറഞ്ഞോ. ആ കൈ പൊക്കിയാള് ചോദിച്ചോ, ഹായ് ചോദിച്ചോ. സർ, മാത്സില് നെഗറ്റീവ് നമ്പർ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ അത് പോസിറ്റീവ് ആവൂലേ? നെഗറ്റീവ് നമ്പർ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ അത് പോസിറ്റീവ് ആവില്ലേ? ഇതിന്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോ അത് പോസിറ്റീവ് ആവൂലേ? അതെങ്ങനെ പോസിറ്റീവ് ആവുക? 5ന്റെ റെസിപ്രോക്കൽ 1/5 അല്ലേ? അപ്പൊ ഈ ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ നെഗറ്റീവ് നമ്പറിന്റെ റെസിപ്രോക്കൽ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും? നെഗറ്റീവിന്റെ റെസിപ്രോക്കൽ പോസിറ്റീവ് വരില്ലല്ലോ. നെഗറ്റീവിന്റെ റെസിപ്രോക്കൽ നെഗറ്റീവ് ആണല്ലോ വരുള്ളൂ. ഒരെണ്ണം പോസിറ്റീവ്, മേളില് പോസിറ്റീവും താഴെ നെഗറ്റീവ്, അതാണോ ഉദ്ദേശിച്ചത്? അപ്പൊ 5 പോസിറ്റീവ് ആവില്ലേ? അതിപ്പോ ഞാൻ ഒരു കാര്യം പറയാം. നമ്മൾ ഡിവിഷനില് സൈൻ എവിടെ ഇട്ടാലും കുഴപ്പമില്ല, മൾട്ടിപ്ലിക്കേഷനിലും സൈൻ എവിടെ ഇട്ടാലും കുഴപ്പമില്ല. ഇനിയിപ്പോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ നെഗറ്റീവ് താഴെ ഇട്ടോ, ഒരു കുഴപ്പമില്ല, ആൻസർ തെറ്റൂല. കാരണം നെഗറ്റീവും പോസിറ്റീവും ഡിവൈഡ് ചെയ്ത് എന്തായാലും ആൻസർ നെഗറ്റീവാ. പക്ഷെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എടുക്കുമ്പോ തെറ്റില്ലേ? എങ്ങനെ? 1 നെഗറ്റീവ് എടുത്താ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോ -1 ആക്കിയാ തെറ്റിപ്പോവോ? 2 സെക്കൻഡ്. ഞാൻ ഡിവിഷൻ ചെയ്യുമ്പോ, ഇങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഉള്ള കാര്യം പറഞ്ഞ കേട്ടോ. ഇങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്യില്ലേ, ഇത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ പിന്നെ ആഡ് ചെയ്യുമല്ലേ, ഇതിന്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യുമല്ലേ. ഓക്കെ, ഇത് തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോ ഉള്ള ക്രോസ് മൾട്ടിപ്പിൾ. കാരണം അപ്പോ യുക്ക് പകരം വേറെ വാല്യൂ കയറി വരില്ല അങ്ങനെ ആവുമ്പോ കേട്ടോ. അങ്ങനെ ചെയ്താൽ പറ്റില്ല. ഞാൻ പറഞ്ഞു ഡിവൈഡ് ചെയ്യുമ്പോൾ 1/5 ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ആ മൈനസും പ്ലസും എവിടെ ഇട്ടാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് അത് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും. ഓക്കെ, ഇനി ആർക്കെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ചോ. ചെയ്യുന്നതിലോ സൈനിലോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോ. സൈൻ ഒന്നുകൂടി പറഞ്ഞു തരണോ? ഷുവേബിന് സൈൻ പറഞ്ഞു തരണമെന്ന് തോന്നുന്നു. വേണ്ട സാർ, വേണ്ട. ഓക്കെ ആണ്. എത്ര കിട്ടി? 1/f. സാർ അത് ചെയ്തോണ്ടിരിക്കുന്നുള്ളൂ. പെട്ടെന്ന്. സാർ അമീൻ ചോദിച്ചോ. സാർ സൈൻ എന്താണെന്ന് പറഞ്ഞു തരുമോ?
സൈൻ ഇടണം, പറഞ്ഞുതരാം. ആ സെന്റൻസിലുള്ള പറഞ്ഞുതരാം. അതായത് ഒബ്ജക്റ്റ് സൈൻ ഇടുന്ന ഡിസ്റ്റൻസ് ഫ്രം ദ ലെഫ്റ്റ് ഓഫ് പോൾ. ഓക്കെ, ഡിസ്റ്റൻസ് ഫ്രം ദ ലെഫ്റ്റ്, പോളിന്റെ ലെഫ്റ്റിലേക്ക് എടുക്കുന്ന ഡിസ്റ്റൻസ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ഡിസ്റ്റൻസ് ടു ദ റൈറ്റ് ഓഫ് പോൾ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ഡിസ്റ്റൻസ് ടു ദ ലെഫ്റ്റ് നെഗറ്റീവ് ആയിരിക്കും, ടു ദ റൈറ്റ് പോസിറ്റീവ് ആയിരിക്കും. ഇനി ഡിസ്റ്റൻസ് ടേക്കൺ അപ്വേർഡ് ഫ്രം പ്രിൻസിപ്പൽ ആക്സിസ്, പ്രിൻസിപ്പൽ ആക്സിസിന് അപ്വേർഡ് ആയിട്ട് എടുക്കുന്ന എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഡൗൺവേർഡ് ആയിട്ട് എടുക്കുന്ന എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഇത്രേ ഉള്ളൂ സൈൻ. ഓക്കെ, സാർ പറഞ്ഞോ. സാർ മിറർ തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെയാണോ? മിറർ തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ 10ാം ക്ലാസ്സിൽ മിറർ ഇങ്ങനെ വെച്ച് തന്നെയാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഹയർ ക്ലാസ്സുകളിലൊക്കെ പറയുന്നുണ്ട് ഈ മിറർ നമ്മൾ തിരിക്കുമ്പോൾ ഈ പ്ലെയിനും അങ്ങോട്ട് തിരിയുവാണ്. മനസ്സിലായോ? ഈ പ്ലെയിൻ സഹിതമാണ് ഇങ്ങനെ തിരിയുന്നത്. തൽക്കാലം ആ കേസൊന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല. ഓക്കെ, നിങ്ങൾക്ക് എപ്പോഴും ഇങ്ങനെ തന്നെ വെച്ചാ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ അതോർത്ത് ടെൻഷൻ അടിക്കണ്ട കേട്ടോ. ഓക്കെ, മിറർ എപ്പോഴും ഇങ്ങനെ തരുവുള്ളൂ. ഓക്കെ, പറഞ്ഞോ. ഈ m = -v/u എന്നുള്ളത് m = -v/u. ആ മൈനസ് വിയുടെ അവിടെ പോസിറ്റീവ് നമ്പർ കിട്ടണമെങ്കിൽ അവിടെ m ഇടണ്ടേ? ആ മൈനസ് അവിടെ കിടന്നോട്ടെ, ആ വിക്ക് അല്ലേ പോസിറ്റീവ് കൊടുക്കുള്ളൂ. അതെ, ഇപ്പൊ -v/u ആണ് m. m = -v/u. ഈ മൈനസ് പുറത്തിട്ടോ. ഓക്കെ, എന്നിട്ട് വിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഒരു പോസിറ്റീവ് വന്നാൽ എന്ത് ചെയ്യണം എന്നല്ല പറഞ്ഞേ? അപ്പൊ ഒരു മൈനസും പോസിറ്റീവും അടുത്തടുത്ത് തന്നെ എന്താ ചെയ്യണ്ടേ? നമ്മള് മൈനസും പോസിറ്റീവും അടുത്തടുത്ത് എന്നാ മൈനസ് നെഗറ്റീവ് ആവും. അതാണ് ചെയ്യേണ്ടത് കേട്ടോ. ആ സൈൻ നിങ്ങൾക്ക് കിട്ടുന്ന സൈനിനൊന്നും അതും തമ്മിൽ യാതൊരു ഇതും ഇല്ല കേട്ടോ. അവിടെ സൈൻ ഉണ്ടാവണം കേട്ടോ. നിങ്ങൾക്ക് ഒരു നെഗറ്റീവ് കിട്ടി, അയ്യോ എനിക്കൊരു നെഗറ്റീവ് കിട്ടി, ഇവിടെ ഒരു നെഗറ്റീവ് ഉണ്ടല്ലോ, അപ്പൊ ശരിയാവോ? അങ്ങനെയൊന്നുമില്ല. ആ സൈൻ അവിടെ വേണം. കാരണം നിങ്ങൾ തന്നെ കണ്ടതാണ്, മാഗ്നിഫിക്കേഷൻ അല്ലെങ്കിൽ 2 വാല്യൂ കിട്ടും ആ സൈൻ അവിടെ ഇല്ലെങ്കിൽ. കാരണം നിങ്ങൾ ചെയ്തു വരുന്ന ഉത്തരം നേരെ എന്തായിരിക്കും? അതിന്റെ നെഗറ്റീവ് ആയിരിക്കും ആൻസർ ആയിട്ട് വരിക നമ്മൾ hi/h ചെയ്യുമ്പോൾ. ഓക്കെ, അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനകത്ത് ഈ ഇക്വേഷനിൽ ഒരു നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആൻസർ സെയിം ആവാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ആ നെഗറ്റീവിന് ഈ പറഞ്ഞ നിങ്ങളുടെ ആ ഇമേജിന്റെ സൈൻ ഒബ്ജക്റ്റിന്റെ സൈൻ ഒന്നും ബാധകമല്ല, അത് അവിടെ ഉണ്ടാവും കേട്ടോ. നിങ്ങൾ അത് ഇട്ട് കഴിഞ്ഞ ശേഷം നിങ്ങൾ അത് വേണമെങ്കിൽ എന്ത് ചെയ്തോ, ഈ പറഞ്ഞ പോലെ അടുത്തൊരു നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവും പ്ലസ് ആവും. ഓക്കെ, അതുപോലെ. ഓക്കെ, കഴിഞ്ഞ എത്ര കിട്ടിയ എത്ര പേരുണ്ടെന്ന് കൈവക്കി? ഓക്കെ, ആദിൽ മുഹമ്മദിന് എത്ര കിട്ടിയേ? -5/-4. -5/4 എന്ന് കിട്ടി അല്ലേ? ഏത് 1/f ആണോ f ആണോ? F. അപ്പൊ 1/v എത്രയാ? വിയുടെ വാല്യൂ 5 അല്ലേ? പ്ലസ് അല്ല സോറി നമുക്ക് എഫ് അല്ല എന്താ കണ്ടുപിടിക്കാം? ഫോക്കൽ ലെങ്ത് തന്നെയല്ലേ? അത് തന്നെ 1/v + 1/u. 1/v എന്ന് പറയുമ്പോൾ 1/5 പ്ലസ് 1/u എത്രയാണ്? u കണ്ടുപിടിച്ചാണല്ലോ, -1 അല്ലെ? -1. ഓക്കെ അല്ലേ? ഇനി എന്ത് ചെയ്യാം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? -5 കൊണ്ട് വേണേൽ ഇതിന്റെ മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യാം. LCM മെത്തേഡും എടുക്കാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓക്കെ, അപ്പൊ 1 × -1 -1, 5 × 1 +5 ഡിവൈഡ് ബൈ -5. ഓക്കെ, അപ്പൊ എന്ത് വരും? 4/-5. കണ്ടോ ഹയ? ഈ 4/-5 എനിക്ക് വേണേ എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല, -4/5 എന്ന് എഴുതിയാലും കുഴപ്പമില്ല. ഓക്കെ, കിട്ടിയാ? പക്ഷെ ഇതല്ല എന്റെ ആൻസർ, ഇതല്ല എന്റെ ആൻസർ. എന്തായിരിക്കും? ഇതിന്റെ റെസിപ്രോക്കൽ ആയിരിക്കും. ഓക്കെ, ഇതിന്റെ റെസിപ്രോക്കൽ എങ്ങനെ എടുക്കുക? പറഞ്ഞോ. റെസിപ്രോക്കൽ 1/f ആണ് നമുക്ക്. അപ്പൊ f = 5/4 എന്ന് വരും അല്ലെ? -5/4 ശരിയല്ല? കോൺകേവ് ആണ്, ഫോക്കൽ ലെങ്ത് മൈനസ് ആണ്. 5/4 എത്ര കിട്ടും? 5/4 ചെയ്യുമ്പോ 1.25 അല്ലെ? 5/4 1.25 അല്ലേ? ഓക്കെ, ഇതായിരിക്കും അതിന്റെ ഫോക്കൽ ലെങ്ത്. 1.2 എത്ര കിട്ടുന്നത്? 2 ആണോ 25 ആണോ? 25. ഓക്കെ, അപ്പൊ ഇതിന്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് 1.25 ആണ്. ഓക്കെ, അപ്പൊ ശരിയാണ്, 1.25 ആണ് ഫോക്കൽ ലെങ്ത്. അതിന്റെ ഇടയ്ക്ക് 1 മീറ്ററിലാണ് ഒബ്ജക്റ്റ് ഇരിക്കുന്നത്. എഫിന്റെ ബിയുടെ ഇടയ്ക്ക് ഒബ്ജക്റ്റ് വെക്കുമ്പോഴാണ് ബിഹൈൻഡ് ദ മിറർ ഇമേജ് കിട്ടുന്നത്. ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ചോദിച്ചോ, ഇപ്പൊ ചോദിക്കണം കേട്ടോ.
ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഇതിനകത്തുണ്ടെങ്കിൽ ചോദിച്ചോ. ചോദിച്ചോ, പറഞ്ഞോ. നെഗറ്റീവ് ഒന്നുകൂടെ പറഞ്ഞോ, കേട്ടില്ല. പോയോ? പറഞ്ഞോ. -1.25 -1.25 മൈനസേ വരുള്ളൂ. കാരണം കോൺകേവ് ആയതുകൊണ്ടേ നമ്മൾ പോളിന്റെ ലെഫ്റ്റിലേക്കാ ഫോക്കൽ ലെങ്ത് അളക്കുക, ലെഫ്റ്റിലേക്കാ മെഷർ ചെയ്യുക. ഓക്കെ, പറഞ്ഞോ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നിങ്ങൾ സ്പീഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യാം കേട്ടോ. ഓക്കെ. അമീന ചോദിച്ചു. ഏതാണ്? പറഞ്ഞോ. സാർ ഈ അമ്ന ക്വസ്റ്റ്യനില് ചോദിച്ചോ. ഡിസ്റ്റൻസ് 5 മീറ്റർ എന്നല്ലേ തന്നേക്കണേ? മീറ്ററിലാണ് തന്നേക്കണേ അല്ലെ? അപ്പൊ മീറ്ററിൽ എഴുതിയാൽ മതി. പിന്നെ വേറെ ഈ ബോബി എന്തിനാ കൈപൊക്കിയേ? സ്ക്രീൻ ചെറുതാക്കാൻ വേണ്ടിയിട്ടാണ്. സ്ക്രീൻ ചെറുതാക്കണം. 2 മിനിറ്റ്. ഗുഡ് ഈവനിങ്. എന്റെ വോയിസ് ക്ലിയർ ആണോ? ഓക്കെ. ഞാനിപ്പോൾ ജോയിൻ ചെയ്ത നാളത്തെ ക്ലാസ്സിന്റെ സമയത്തിൽ ചെറിയൊരു മാറ്റമുണ്ട്. നാളെ ക്ലാസ് 3:30 to 4:45 ആയിരിക്കും. നാളത്തെ ക്ലാസ് 3:30 മുതൽ 4:45 വരെ ആയിരിക്കും. ഏതെങ്കിലും സ്കൂളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? 3:30? എനിവൺ? ഏതെങ്കിലും സ്കൂളുകാർക്ക് പ്രശ്നമുണ്ടോ? ഇല്ലല്ലോ. ഓക്കെ അല്ലേ? നാളത്തെ ക്ലാസ് 3:30 മുതൽ 4:45 വരെ ആയിരിക്കും കേട്ടോ. ഓക്കെ, താങ്ക് യു. എഴുതിക്കോട്ടോ, ക്വസ്റ്റ്യൻ എഴുതിക്കോ. When an object of height, when an object of height 6 centimeter is placed in front of a concave mirror at a distance 10 centimeter away from it. An image is formed 16 centimeter away on same side. 16 centimeter away on same side. പറഞ്ഞോ. ചോദിച്ചോളൂ. ഞാനിപ്പോ എന്ത് ചെയ്യും? എന്താ വെച്ചാ ഓഫീസിൽ അത് വിളിച്ചു പറയാട്ടാ. ആരാ പറയുന്ന ആളാരാ? അയാനാ? ആരാ പറയുന്നേ? പറഞ്ഞ ആളാരാണ്? ഇനി ഞാൻ കവടി നിരത്തി നോക്കണമായിരിക്കും ആരാ പറഞ്ഞെന്ന് അറിയണമെങ്കിൽ അല്ലേ? നാദിർഷ. ഓക്കെ, നാദിർഷ ഒന്ന് ഓഫീസിലൊന്ന് വിളിച്ച് അറിയിച്ചേക്കട്ടോ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓഫീസായിട്ട് കോൺടാക്ട് ചെയ്യണേ, നിങ്ങളുടെ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ. ക്വസ്റ്റ്യൻ ഇതില് ബോർഡിലുണ്ട്. ഇല്ല, കാണുന്നില്ലേ? ഓക്കെ, ക്വസ്റ്റ്യൻ വായിച്ചോളൂ.
ഒരു കോൺകേവ് മിറർ നമുക്ക് അങ്ങ് വരയ്ക്കാം. ഓക്കെ, ഒരു കോൺകേവ് മിറർ ഇത് വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൈൻ തെറ്റാനുള്ള സാധ്യത കുറെയൊക്കെ കുറയും. ഓക്കെ, ഇത് വരച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാനൊക്കെ പറ്റും, തെറ്റാനുള്ള പ്രോബബിലിറ്റി കുറയും കേട്ടോ. ഓക്കെ, ഇനി ആരാ പറയാ? ഇർഫാൻ ഷംസുദ്ദീന് നമുക്ക് തുടങ്ങിയാലോ? ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചോ. ക്വസ്റ്റ്യനിലെ ഓരോ വേർഡും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ശ്രദ്ധിച്ച് ഓരോ ക്വസ്റ്റ്യനും ഓരോ വേർഡും വായിക്കാം. പറഞ്ഞോ ഇർഫാൻ, പറഞ്ഞോ. When an object formed height 6 centimeter is placed in ഈ ക്വസ്റ്റ്യൻ അല്ലേ വായിക്കുന്നത്? ഇതിനകത്ത് ഫോംഡ് ഒന്നും ഞാൻ കണ്ടില്ലോ. ഒബ്ജക്റ്റ് in front of concave mirror. അല്ല, ഇടയ്ക്കൊരു ഹൈറ്റ് പറഞ്ഞല്ലോ, ഒന്ന് പറഞ്ഞേ. Height 6 centimeter. ഇത് എന്തിന്റെ ഹൈറ്റാ ഇർഫാൻ? ഇർഫാൻ എന്തിന്റെ ഹൈറ്റ് അതാ? ഒബ്ജക്റ്റിന്റെ ഹൈറ്റ്. ഒബ്ജക്റ്റിന്റെ HO ഈക്വൽ ടു -6 centimeter. ഇങ്ങനെയോ? ഒബ്ജക്റ്റാ മെഴുകുതിരി ഇങ്ങനെ തിരിച്ചു വെച്ചോ? അല്ല, പോസിറ്റീവ് +6 മാറിപ്പോരുത് കേട്ടാ. ഇർഫാൻ എക്സാമിന് വരുമ്പോ ഞാൻ അടുത്ത് വന്നിട്ട് മെഴുകുതിരി ഇങ്ങനെ തിരിച്ചു കാണിക്കാൻ എനിക്ക് പറ്റിയെന്ന് വരില്ല. എനിക്ക് പറ്റില്ല കേട്ടാ. അപ്പൊ അത് നിങ്ങൾ അതിനൊരു ബോധം ഉണ്ടാണ്. ഒബ്ജക്റ്റ് ആണ്, ഒബ്ജക്റ്റ് നേരെ വയ്ക്കുള്ളൂ, തിരിച്ചു വയ്ക്കണില്ല കേട്ടാ. അപ്പൊ അത് +6 സെന്റിമീറ്റർ ആണ്. ഇനി ബാക്കി പോകട്ടെ, മുന്നോട്ട് പോട്ടെ. in front of a concave mirror. കോൺകേവ് മിററിന്റെ ഫ്രണ്ടിൽ, അല്ല അങ്ങനെയല്ല പറഞ്ഞേക്കണേ, അതൊക്കെ ക്ലൂ ആണ് അല്ലെ. ഇൻ ഫ്രണ്ട് ഓഫ് എ കോൺകേവ് മിറർ, അത് തന്നില്ലെങ്കിൽ ഒബ്ജക്റ്റ് ഫ്രണ്ടിലാണ് വെക്കേണ്ടത് കേട്ടോ. ബാക്കി വായിച്ചോ. At a distance 10 centimeter. അറ്റ് എ ഡിസ്റ്റൻസ് 10 സെന്റിമീറ്റർ. ഇത് എന്തിന്റെ ഡിസ്റ്റൻസ്? ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആണോ ഇമേജിന്റെ ഡിസ്റ്റൻസ് ആണോ ഇർഫാൻ? ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആണ്. പറഞ്ഞോ. U is equal to -10 centimeter. -10. വെരി ഗുഡ് മിടുക്കൻ. -10 സെന്റിമീറ്റർ ആണ്. ഓക്കെ, മുന്നോട്ട് പോട്ടെ. Away from it. Away from it. ഓക്കെ. An image is formed 16 centimeter. ഓക്കെ, അത് എവിടെയാന്ന് പറഞ്ഞിട്ടുണ്ടോ? Away on same side. ഓക്കെ, അത് റിയൽ ആണോ വിർച്വൽ ആണോ തന്നിട്ടുണ്ടോ? അത് റിയൽ ആണോ വിർച്വൽ ആണോ തന്നിട്ടുണ്ടോ? സെയിം സൈഡ് എന്ന് പറയണം. അപ്പൊ സെയിം സൈസ് ആയിരിക്കും. സെയിം സൈഡ് ആണ്. സെയിം സൈസോ? സെയിം സൈഡ് ആണ്. സൈഡ് വേറെ, സൈസ് വേറെ. എന്നെ പറയണം. സെയിം സൈഡ്. ഞാൻ ചോദിച്ചത് റിയൽ ആണോ വിർച്വൽ ആണോ തന്നിട്ടുണ്ടോന്നാ. ഇല്ല തന്നിട്ടുണ്ടെന്നുള്ളവരൊന്ന് കൈവക്കി. തന്നിട്ടുണ്ടെന്നുള്ളവരൊന്ന് കാണാൻ വേണ്ടിയാ. അതെന്തിനാ ഇർഫാൻ ഇവരൊക്കെ കൈവെക്കുന്നേ? നമുക്ക് ചോദിച്ചു നോക്കാം. വെറുതെ കൈവെക്കുന്നതായിരിക്കും അല്ലെ? ചോദിച്ചു നോക്കാം. മുഹമ്മദ് അബ്ദുറഹ്മാൻ ഒന്ന് പറഞ്ഞേ, എന്തായിരിക്കും അങ്ങനെ? മുഹമ്മദ് അബ്ദുറഹ്മാൻ ഏത് ആയിട്ട് കിട്ടി? റിയൽ ആണോ വിർച്വൽ ആണോ? എന്താ റിയലായേ? ഇൻ ഫ്രണ്ട് ഓഫ് മിറർ. ഇൻ ഫ്രണ്ട് ഓഫ് മിറർ. ഇർഫാന് മനസ്സിലായോ? ഇർഫാനെ സെയിം സൈഡിലാണ്. ഒബ്ജക്റ്റിന്റെ അതേ സൈഡില് എന്ത് ഇമേജ് കിട്ടുള്ളൂ? റിയൽ ഇമേജ് കിട്ടുള്ളൂ, വിർച്വൽ കിട്ടൂല അല്ലെ? അപ്പൊ ഇത് റിയൽ എന്നല്ലേ തന്നേക്കുന്നേ. അപ്പൊ ഇർഫാൻ എന്ത് ചെയ്യണം? ആ സെയിം സൈഡ് ഇർഫാൻ ഇച്ചിരി പ്രശ്നം ഉണ്ടാക്കിയില്ലേ? അപ്പൊ ആ സെയിം സൈഡിന് നേരെ എല്ലാരും ചെയ്തോ, അവിടെ റിയൽ ഇമേജ് എന്ന് എഴുതണം. അല്ലെങ്കിൽ എക്സാമിന് ഇനി വരുമ്പോ മനസ്സിലാവൂല കേട്ടാ. ഓക്കെ, റിയൽ ഇമേജ് ആണ്. സെയിം സൈഡിലാണെങ്കിൽ ഫോം ചെയ്യുന്ന ഇമേജ് റിയൽ ആണ്. അപ്പൊ ഇമേജിന്റെ ഡിസ്റ്റൻസ് ഒന്ന് പറഞ്ഞ ഇർഫാനെ. ഇമേജിന്റെ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 16 centimeter. 16 എന്ന് പറയരുതേ. -16 centimeter. -16 സെന്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, ഇനി ഷഹൻ. അപ്പൊ മിറർ ഫോമുല ഉപയോഗിച്ച് ഇനി 1/f കണ്ടുപിടിക്കുമല്ലേ? അല്ലാണ്ട് 1/f മിറർ ഫോമിലേക്കൊന്നും പോണ്ട. പോണോ? ക്വസ്റ്റ്യൻ നോക്ക്. വേണ്ട അല്ലേ? ക്വസ്റ്റ്യൻ നോക്ക. കാരണം മിറർ ഫോമുലയുടെ ആവശ്യമില്ല ഇവിടെ. കാരണം അവർ ഹൈറ്റ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. നമ്മൾ ആത്മാർത്ഥ കൂടുതൽ കാണിക്കണ്ട. അവർ പറഞ്ഞത് മാത്രം നമുക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടാ. കൂടുതൽ ചെയ്തു എന്ന് വിചാരിച്ച് മാർക്ക് കൂടുതലൊന്നും തരാൻ പോകണല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഹൈറ്റ് കണ്ടുപിടിക്കാം. അപ്പൊ ഇർഫാൻ, അപ്പൊ ഷെയൻ ഏത് ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ഹൈറ്റ് കണ്ടുപിടിക്കുക?
HI by M is equal to HI ആ by എം ഇസ് ഇക്വൽ ടു എച്ച് ഐ ബൈ HO. പക്ഷെ ഇവിടെ ഒരു കുഴപ്പമുണ്ട് ഷേനെ. എനിക്ക് ആകെ അറിയാവുന്നത് എച്ച്ഒ മാത്രമേ ഇവിടെ. എനിക്ക് എച്ച് ഐയും അറിയില്ല എമ്മും അറിയില്ല. ഞാൻ എന്ത് ചെയ്യും? M minus V by U. ആ മിടുക്കൻ മിടുക്കൻ, വെരി ഗുഡ്. ഇതാണ് വേണ്ട കേട്ടോ. ഇങ്ങനെയാണ് നമുക്ക് റെസ്പോൺസ്. അപ്പൊ എം ഈക്വൽ ടു എന്താണ് കണ്ടുപിടിക്കാൻ വേറൊരു ഇക്വേഷൻ ഉണ്ട്, മൈനസ് വി ബൈ യു. ചെയ്തോളൂ. എം കിട്ടും. എം കിട്ടിക്കഴിഞ്ഞാൽ എച്ച് ഐ കണ്ടുപിടിച്ചോ. ചെയ്തോ. സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോ. എവിടെ സംശയം ഉണ്ടെങ്കിലും ചോദിച്ചോളൂ കേട്ടോ. അത് എത്ര ചെറിയ സംശയമാണെങ്കിലും. പറഞ്ഞോ അച്ചു, പറഞ്ഞോ. സാർ ചെയ്തു കഴിഞ്ഞു. ചെയ്തു കഴിഞ്ഞ? ആ ചെയ്തു കഴിഞ്ഞു. അമീനെ കിട്ടുന്നില്ല. അമീനെ റബീസ് ചെയ്ത് കഴിഞ്ഞാൽ ആൻഡ്രൈസ് ചെയ്തോ. അമീൻ പറഞ്ഞോ. ഈ രണ്ട് മൈനസും കൂടെ ഒരുമിച്ച് വരുമ്പോ മൈനസ് അല്ലേ? രണ്ട് മൈനസും അതെ, രണ്ട് നെഗറ്റീവ്സ് ഒരുമിച്ച് വരുമ്പോ നെഗറ്റീവ് തന്നെ. അപ്പൊ രണ്ട് നെഗറ്റീവ് അടുത്തടുത്ത് തന്നാ നെഗറ്റീവ് ആണ്. അഡീഷൻ ആണെങ്കിലും നെഗറ്റീവ് ആണ്. മൾട്ടിപ്ലിക്കേഷൻ ആരാണ് ചോദിച്ചേ? അല്ല, ഡിവിഷൻ. ഡിവിഷനിൽ പോസിറ്റീവ് ആവും. അല്ല, രണ്ട് നെഗറ്റീവ് അടുത്തടുത്ത് തൊട്ടടുത്ത് രണ്ട് സൈൻ കിടക്കുന്നതാണോ? അത് പോസിറ്റീവ് ആക്കിക്കോ. അത് ധൈര്യമായിട്ട് പോസിറ്റീവ് ആക്കിയോ. അത് നമ്മൾ പ്രൊഡക്റ്റ് എടുക്കുന്ന പോലെ ചെയ്താൽ മതി. നെഗറ്റീവിന്റെ നെഗറ്റീവ് പോസിറ്റീവ് ആണല്ലോ, അങ്ങനെ ചെയ്താൽ മതി. സാർ ഔട്ട് ചോട്ടെ ചോദിച്ചോളൂ. എം ഇസ്കറ്റ് മൈനസ് വി ബൈ യു എന്നല്ലേ? അപ്പൊ ആ യു ശരിക്കും മൈനസ് 10 അല്ലേ? അതെ, യു മൈനസ് 10 ആണ്. അപ്പൊ യു മൈനസ് വി ബൈ യുടെ അവിടെ മൈനസ് 10 എന്ന് വരും. മൈനസ് വരല്ലേ? നെഗറ്റീവിന്റെ നെഗറ്റീവ് എന്താ? പോസിറ്റീവാ. മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആണ്. ഓക്കെ സാർ മൈനസ് 10 വന്നില്ല, മൈനസ് 16 അല്ലേ വന്നെ? എത്രയാ? 6 അവൻ പറഞ്ഞു തന്നാ കേട്ടാ. അല്ലല്ലോ, വി അല്ലേ? വി ഇവിടെ വി ആണല്ലേ? വി വി ആണല്ലോ അല്ലെ മേളില്. ഓക്കെ. അപ്പൊ 16. ഓക്കെ 16. അൽഫിയ കഴിഞ്ഞാ? തീർന്നവരൊന്ന് കൈബുക്ക് ചെയ്യാൻ നോക്കട്ടെ. എന്നാലും ഉണ്ടല്ലോ, പാതി ജനം ചെയ്തിട്ടില്ലല്ലോ. കിട്ടുന്നോട്ടെ. പറഞ്ഞോ. ഈ നെഗറ്റീവ് പ്ലസ് നെഗറ്റീവ് എന്ന് പറയുമ്പോ അത് രണ്ട് പ്ലസ് ഇട്ട് വലിയ സംഖ്യയുടെ സൈൻ ഇടുമല്ലേ? എപ്പോഴും വലിയ നമ്പറിന്റെ സൈൻ ആണ്. രണ്ട് നെഗറ്റീവ് ആണെങ്കിൽ അഡീഷൻ, രണ്ട് പോസിറ്റീവ് ആണെങ്കിൽ അഡീഷൻ, പോസിറ്റീവ് നെഗറ്റീവ് ആണെങ്കിൽ സബ്സ്ട്രാക്ഷൻ. മൾട്ടിപ്ലിക്കേഷനിൽ ഇതേ റൂളാ. അഡീഷൻ സബ്സ്ട്രാക്ഷൻ ഒക്കെ മാറിയിട്ട് സൈൻ ഇട്ടാൽ മതി. രണ്ട് പോസിറ്റീവ് ആണെങ്കിൽ അഡീഷൻ എന്നുള്ള മാറ്റിയിട്ട് അവിടെ പ്ലസ് സൈൻ ആയിരിക്കും. രണ്ട് നെഗറ്റീവ് ആണെങ്കിൽ അഡീഷൻ എന്നുള്ള മാറ്റിയ അവിടെ പ്ലസ്. അപ്പൊ ഓർത്തിരിക്കുക എളുപ്പമുണ്ട്, പ്ലസ് സൈൻ ആയിരിക്കും. ഇനി ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ് ആണെങ്കിൽ അവിടെ സബ്സ്ട്രാക്ഷൻ എന്നുള്ള മാറ്റിയിട്ട് അവിടെ നെഗറ്റീവ് സൈൻ ആയിരിക്കും. മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ നമുക്ക് സൈൻ മാത്രം നോക്കിയാൽ മതിയല്ലോ. മൾട്ടിപ്ലൈ ചെയ്യുന്നതെന്ന് മനസ്സിലാവുമല്ലോ കണ്ടു കഴിഞ്ഞാൽ. ഇൻഡു ആണെങ്കിൽ പിന്നെ വേറെ ഒന്നും അവിടെ വരുന്നില്ലല്ലോ. ചോദിച്ചോ അമീനെ. ചെയ്ത് കഴിഞ്ഞാ? ഓക്കെ. അമീൻ എത്ര ആൻസർ കിട്ടിയേ? 1.6. ഓക്കെ, മിടുക്കൻ 1.6 അല്ലേ? ഓക്കെ, ഇവിടെ നോക്കൂ. അപ്പൊ എം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എം ഈക്വൽ ടു നെഗറ്റീവ് വി ബൈ യു അല്ലെ? അപ്പൊ നെഗറ്റീവ് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അയ്യോ അവിടെ ഒരു നെഗറ്റീവ് ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് ഇടാണ്ടിരിക്കരുത്. ഇത് വേറെ കേട്ടാ, അത് ഇത് കേട്ടോ. ഓക്കെ, ഇവിടെ ഒരു നെഗറ്റീവ് വരും. 16/10 എന്ന് വരും. അപ്പൊ 1.6 എന്ന് വരും. പ്ലസ് 1.6. ഞാനത് ചോദിച്ചോട്ടെ, അപ്പൊ ഈ ഇമേജ് വലുതായിരിക്കോ ചെറുതായിരിക്കോ അൽഫിയ? ഈ ഇമേജ് വലുതായിരിക്കോ ചെറുതായിരിക്കോ? തെറ്റിയാ? അതെ, ഞാൻ നിങ്ങളെ പരീക്ഷ കേട്ടോ. ഓക്കെ, മൈനസ്. ഓക്കെ, അപ്പൊ ഒന്ന് പറഞ്ഞേ അൽഫിയ വായിച്ചു പിടിക്കാണോ ഇപ്പൊ? അൽഫിയ, ഈ ഇമേജ് വലുതായിരിക്കോ ചെറുതായിരിക്കോ? ചെറുതായിരിക്കും. 1.6. നെഗറ്റീവ് ഉണ്ടായി. നെഗറ്റീവ് ഇതുള്ളൂ. റിയൽ ആണോ വിർച്വൽ ആണോ എന്ന് മാത്രമേ നെഗറ്റീവ് ഉള്ളൂ. നെഗറ്റീവിന് അതിനുള്ള ഇതുള്ളൂ കേട്ടോ. റിയൽ ഓർ വിർച്വൽ അത്രേ നെഗറ്റീവ് പറയുന്നുള്ളൂ. മാഗ്നിഫിക്കേഷൻ റേഷ്യോ വാല്യൂ ആണ്. വാല്യൂ 1.6 എന്തായിരിക്കും സൈസ്? 1.6 ആർക്ക് പറയാം? ഒന്ന് കൈവക്കി. 1.6 വാല്യൂ വലുതാണോ ചെറുതാണോ? ശ്രേയ പറഞ്ഞോ. വലുതാണ്. ഉറപ്പല്ലേ? അല്ലെ? 1 വന്ന മാഗ്നിഫിക്കേഷൻ 1 വന്ന ഈക്വൽ ആണ്. 1ലും താഴെ വന്നാൽ ചെറുതാണ്. 1ലും കൂടുതലായി വന്നാൽ ഇമേജിന്റെ ഹൈറ്റ് വലുതാന്ന് അതിന്റെ അർത്ഥം കേട്ടോ. ഓക്കെ, അതൊക്കെ അറിഞ്ഞിരുന്നാൽ നല്ലതാണ്. ഓക്കെ, അപ്പൊ ഇനി മാഗ്നിഫിക്കേഷൻ വിട്ടുകൊടുത്താ പോരെ. ഇവിടെ എത്ര കൊടുക്കുക? 1.6 അല്ലെ? -1.6 ഇട്ട് കൊടുക്കുക. ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് ഓൾറെഡി ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ട് 6 ആണ്. ഇനി ഹൈറ്റ് ഓഫ് ദി ഇമേജ് കണ്ടുപിടിക്കുക.
ഓക്കെ, HI ഈക്വൽ ടു 1.6 into 6 ചെയ്തിട്ട് കണ്ടുപിടിക്കാം. സർ പറഞ്ഞോ. ആ ഫോക്കൽ ലെങ്ത് കിട്ടിയ പോർഷൻ കാണിക്കാമോ? ഫോക്കൽ ലെങ്ത് നമ്മൾ കണ്ടുപിടിച്ചില്ല. നമുക്ക് വേണ്ട ഫോക്കൽ ലെങ്ത്. അവർ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടില്ലല്ലോ. ക്വസ്റ്റ്യനിൽ നമ്മളോട് ആകെ ഹൈറ്റ് മാത്രമേ ചോദിച്ചുള്ളൂ. അതിന് ഇത് മതി, ഫോക്കൽ ലെങ്ത്തിന്റെ ആവശ്യമില്ല. ഓക്കെ, കഴിഞ്ഞോ? കഴിഞ്ഞു. ഓക്കെ, കഴിയാത്ത ആരെന്ന് കൈബുക്കി. എത്ര കിട്ടിയ അയാൻ? എത്ര കിട്ടിയ അയാനെ? എത്ര കിട്ടിയേ? HI ഈക്വൽ ടു നെഗറ്റീവ് 9.6 സെന്റിമീറ്റർ അല്ലെ? ഓക്കെ, റൈറ്റ്. 16 into 6 ചെയ്താൽ മതി അല്ലെ? 16 into 6 എന്നിട്ട് ഒരു പ്ലേസ് മാറ്റി ഡെസിമൽ ഇട്ടാൽ മതി. 16 into 6 ചെയ്യാ, അപ്പോ 96 കിട്ടും അല്ലെ? 16 into 10ന്റെ പകുതി 16 into 5 80. പിന്നെ ഒരു 16 വരുമ്പോ 96 വരും. എന്നിട്ട് ഒരു പ്ലേസ് മാറ്റി ഡെസിമൽ ഇടുക. ഈ ഡെസിമലെ ലാസ്റ്റ് കിടക്കുന്ന 0 ഇതൊന്നും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈൻഡ് ചെയ്യണ്ട. ലാസ്റ്റ് ആ പ്ലേസ് അങ്ങ് ഒരു കടം എടുക്കുന്ന പോലെയാണ്. ലാസ്റ്റ് അത് വീട്ടിയാൽ മതി. ഓക്കെ, കഴിഞ്ഞല്ലോ അല്ലെ? കഴിഞ്ഞു. അങ്ങനെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പോവാം. ഓക്കെ, അടുത്ത ഒരു സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ആട്ടോ. ഒരു സ്റ്റാറോ ഒരു ടിക്കോ എന്തെങ്കിലും ഒക്കെ ഒന്ന് ഇട്ട് വെച്ചേക്ക് കേട്ടോ. ഒരു പ്രത്യേക തരം ക്വസ്റ്റ്യൻ ആണ്. അത് നിങ്ങൾക്ക് വായിക്കുമ്പോൾ മനസ്സിലാവും. ഓക്കെ, എഴുതിക്കോ. എ മിറർ ഓഫ് ഫോക്കൽ ലെങ്ത് a mirror of focal length 12 centimeter forms an 12 centimeter forms an erect image 3 times. Erect image 3 times size of object. Size of object. Size of object. Find object distance. Find object distance. തന്നിരിക്കുന്ന വാല്യൂ എടുത്തെഴുതുക, നോക്കുക എന്നിട്ട്. ഓക്കെ, ഷാരൂഖ്, ഇത് കോൺകേവ് ആണോ കോൺവെക്സ് ആണോ? സർ കോൺവെക്സ്. കോൺവെക്സ്. എങ്ങനെ മനസ്സിലായി? ഇറക്റ്റ് ഇമേജ് എന്ന് പറഞ്ഞുകൊണ്ട് കോൺവെക്സ് അല്ലെ? അതിന്റെ അടുത്ത് തൊട്ടടുത്ത് എന്താ എഴുതി വെച്ചേക്കണേ? 3 times size of object. 3 times size of the object. അതായത് ഒബ്ജക്റ്റിന്റെ സൈസ് 3 ടൈംസ്. ഓക്കെ, വീട്ടിൽ വണ്ടി ഉണ്ടോ? വാ, വണ്ടിയുടെ റിയർ വ്യൂ മിറർ ഏത് മിററാ? ഏത് മിററാ? കോൺവെക്സ്. ആ കോൺവെക്സ് മിററിൽ വണ്ടിയുടെ വലിപ്പത്തിന്റെ 3 ഇരട്ടി വലിപ്പത്തിലാണ് 3 മടങ്ങ് വലിപ്പത്തിലാണ് ഇമേജ് കാണിക്കുക. ആണോ? അങ്ങനെ കാണിച്ചാൽ വണ്ടി ഓടിക്കാൻ പറ്റുമോ? അപ്പൊ ഇത് ഏത് മിററാ? കോൺകേവ്. കോൺവെക്സ് അല്ല. എങ്ങനെ ഇറക്റ്റ്? അതാ പറഞ്ഞേ. നിങ്ങൾ അവിടെ ഇറക്റ്റ് എന്നോ വിർച്വലിനോ കണ്ടു എന്ന് വിചാരിച്ചു കോൺവെക്സിലേക്ക് ചായരുത് കേട്ടോ. കോൺവെക്സിലും ഇറക്റ്റ് ഉണ്ട്, കോൺകേവിലും വിർച്വൽ ഇമേജ് ഉണ്ട്. രണ്ടിലും വിർച്വൽ ഇമേജ് ഫോം ചെയ്യണ്ട. അപ്പൊ സൈസും കൂടെ നോക്കണം കേട്ടോ. വിർച്വൽ ഇമേജിന്റെ സൈസും കൂടെ നോക്കിയിട്ടേ തീരുമാനിക്കാവുള്ളൂ. അതിൽ എങ്ങനെ മനസ്സിലാവും ഇത് കോൺവെക്സ് ആണെന്ന്? എങ്ങനെ മനസ്സിലാവും? അല്ല കോൺകേവ് ആന്ന്? ആദിൽ മുഹമ്മദ് പറഞ്ഞോ. കോൺകേവ് ആണെന്ന് എങ്ങനെ മനസ്സിലാക്കും? ത്രീ ടൈംസ് അല്ലേ? 3 times ആണ്. കണ്ടോ? ഈ 3 times സൈസ് എന്ന് പറഞ്ഞാൽ തന്നെ പിന്നെ അവിടെ ചോദ്യമില്ല. കോൺവെക്സിന് ഡിമിനിഷ്ഡ് ഇമേജ് മാത്രമേ നിങ്ങൾ എഴുതിയിട്ടുള്ളൂ അല്ലെ? എവിടെയെങ്കിലും നിങ്ങൾ എല്ലായിടത്തും എഴുതിയിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഒബ്ജക്റ്റിന്റെ സൈസിന്റെ 3 times ഉള്ള ഇമേജ് കിട്ടിയെന്ന് പറഞ്ഞാൽ അവിടെ ക്വസ്റ്റ്യൻ ഇല്ല. അത് ഏത് മിറർ ആയിരിക്കും? അത് ഇർഫാൻ തിരിഞ്ഞ് സംസാരിക്കുവാണ്. ഇവിടെ 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 നോക്കുക ടാ. ഏത് മിറർ ആയിരിക്കും ഇർഫാൻ? അത് കോൺകേവ് മിറർ ആയിരിക്കും.
അപ്പൊ നിങ്ങൾ അവിടെ എഴുതണം ഇത് എവിടെ നിന്നാ കിട്ടിയെന്നൊക്കെ എഴുതണം കേട്ടോ. ഇത് കോൺകേവ് മിറർ ആയിരിക്കും. ഓക്കെ, ആ 3 ടൈംസ് സൈസിന്നാ കിട്ടുന്നത്, ആ 3 ടൈംസ് സൈസ് ആയിരിക്കും എന്നുള്ളതെന്ന്. ഓക്കെ, ഇനി ഫോക്കൽ ലെങ്ത് 12 ആണ്. അപ്പോഴെന്നാ എന്നാലും നമുക്ക് ഫോക്കൽ ലെങ്ത് എടുക്കാൻ പറ്റുള്ളൂ. ഇത് ഏത് മിററാന്ന് പറഞ്ഞാലേ ഫോക്കൽ ലെങ്ത് എടുക്കാൻ പറ്റുള്ളൂ, അല്ലേ ഐഷ? ഏത് മിററാന്ന് പറഞ്ഞാലല്ലേ നമുക്ക് ഫോക്കൽ ലെങ്ത് എഴുതാൻ പറ്റുള്ളൂ. എന്താ സൈഡ് നോക്കണല്ലോ. ആ സൈഡ് നോക്കണം, സൈൻ നോക്കണം, അല്ലെ? സൈൻ അറിയില്ലല്ലോ, വെറുതെ 12 എഴുതാൻ പറ്റില്ലല്ലോ. അപ്പൊ 12ന്റെ സൈൻ അറിയണമെങ്കിൽ അത് ഏത് മിററാന്ന് അറിയണം. അപ്പൊ ഫോക്കൽ ലെങ്ത് ക്വസ്റ്റ്യൻ തന്ന ഉടനെ മിറർ ഏതാന്ന് തപ്പിയിട്ട് വേണം എഴുതാനായിട്ട് കേട്ടോ. അപ്പൊ F = ഇവിടെ കോൺകേവ് ആണ്. കോൺകേവിന്റെ എന്തായിരിക്കും മുഹമ്മദ് റൈഹാൻ കോൺകേവിന്റെ ഏതായിരിക്കും? മുഹമ്മദ് റൈഹാൻ കഴിഞ്ഞിട്ടൊന്നുമില്ല. മുഹമ്മദ് റൈഹാൻ VS ആണെങ്കിൽ ഞാൻ VS എന്ന് പറയും കേട്ടാ. ഓക്കെ, പറഞ്ഞോ. ആ റബീസ് കഴിഞ്ഞാണോ? നെഗറ്റീവ് ആയിരിക്കും. റബീസ് പറഞ്ഞോ. ഇനി എം എത്രയായിരിക്കും റബീസ്? എം എത്രയായിരിക്കും? 3 +3 ആണോ -3 ആണോ? റബീസ് വോയിസ് ഓൺ ചെയ്യേ, പറഞ്ഞോ. +3 ആണോ -3 ആണോ? ശരിക്കും നോക്കിപ്പോഴോ? പ്ലസ് ആണ്. എങ്ങനെ മനസ്സിലായി? എങ്ങനെയാ അത് പ്ലസ് ആന്ന് മനസ്സിലായ? +3 ആന്ന് ഞാൻ മൈനസ് എന്ന് പറഞ്ഞ. ആ ഫസ്റ്റ് അഫിയ നിക്ക് വെയിറ്റ് ചെയ്യാൻ പറയാം. അഫിയ, റബീസ് പറഞ്ഞു മൈനസ് ആണ്, ശരിയാണോ? ഇറക്റ്റ് ആണ്. റബീസ് കേട്ടാ? ഇറക്റ്റ് ആണ്. ഇറക്റ്റ് എന്ന് പറഞ്ഞ എന്താ? ഇറക്റ്റ് റബീസ്, ഇറക്റ്റ് എന്ന് പറഞ്ഞ എന്താ? നേരെയല്ലേ? അപ്പൊ മാഗ്നിഫിക്കേഷന്റെ ഇറക്റ്റ് ഇമേജിന്റെ മാഗ്നിഫിക്കേഷൻ ഇറക്റ്റ് ആണെങ്കിൽ വിർച്വൽ ആണ്. വിർച്വൽ ആണെങ്കിൽ മാഗ്നിഫിക്കേഷൻ എന്തായിരിക്കും റബീസ്? പോസിറ്റീവ്. തെറ്റിക്കരുത് കേട്ടാ, പോസിറ്റീവ് ആണ്. കണ്ടാ, ഇതൊക്കെ സൈനൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ വെറുതെ എഴുതി പോരുത്. ഇത് ശരിക്കും നോക്കി സൈൻ കറക്റ്റ് ആണോ നോക്കിക്കൊള്ളണം. ചുമ്മാ എഴുതരുത്. 3 കാണുമ്പോഴത്തേക്ക് ഉടനെ 3 എഴുതുമല്ല, അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നൊക്കെ നോക്കണം കേട്ടോ. ആ ഇറക്റ്റീന്നാ കിട്ടുന്നത്. അപ്പൊ റബീസ് ഒക്കെ ഇവിടെ എഴുതി വെച്ചു, അറിയില്ലായിരുന്നല്ലോ. അപ്പൊ അവിടെ എഴുതി വെക്കണം. ഇറക്റ്റ് ആയതുകൊണ്ടാണ് മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് വന്നത്. മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ്. ഉത്തരം മാത്രം എഴുതി ഗൈഡ് ആക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണം. ഇത് എവിടെ നിന്ന് വന്നു, എങ്ങനെ വന്നു ഒക്കെ വേണം. ഓക്കെ, ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഹൈക്ക് ചെയ്യാൻ പറ്റുന്നില്ലേ? ആൻസർ കിട്ടിയോ? ചെയ്യുവാണ്. എങ്ങനെ ചെയ്തേ? സ്റ്റാർട്ട് ആയില്ല, ഇക്വേഷൻസ് എഴുതി തുടങ്ങിയുള്ളൂ. ഓക്കെ. ബിലാൽ നാസർ ചെയ്തു കഴിഞ്ഞു, മിടുക്കൻ. പറഞ്ഞോ. കഴിഞ്ഞിട്ടില്ല. ഓക്കെ. പിന്നെ ആരാ? ബോബി എന്തായി? എവിടം വരെ ആയി? ഏത് ഇക്വേഷൻ നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മതി. ഏത് ഇക്വേഷനാ ബോബി യൂസ് ചെയ്യാൻ പോണേ? മറ്റേ 1/f. 1/f = 1/v + 1/u അല്ലെ? 1/v അറിയില്ല, 1/u അറിയില്ല. വേറെ അടുത്ത ഇക്വേഷൻ പറഞ്ഞു പോട്ടെ. അടുത്ത ഇക്വേഷൻ ഇനിയുണ്ടല്ലോ. മാഗ്നിഫിക്കേഷൻ വെച്ച് കണ്ടുപിടിക്കാൻ പറ്റൂലോ അല്ലെ? m equals hi ഒന്നുമില്ല. അത് ചോദിച്ചിട്ടും കൂടെ ഇല്ലല്ലോ. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് അല്ല അവര് ചോദിച്ചിട്ടുള്ളൂ. യു ആ ചോദിച്ചിട്ടുള്ളൂ. പറ. m = -v/. ഓക്കെ, വി അറിയാവോ? ഇല്ല. യു അറിയാവോ? ഇല്ല. ക്വസ്റ്റ്യൻ തെറ്റാണോ ഇനി? അപ്പൊ ക്വസ്റ്റ്യൻ തെറ്റാണോ? കാരണം നമ്മൾ ആദ്യമായിട്ട് എങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എൻകൗണ്ടർ ചെയ്യുന്നത് അല്ലെ? ആദ്യമായിട്ടല്ല എങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. കാരണം ഇതിന് മുന്നുള്ള ക്വസ്റ്റ്യൻ ഒന്നല്ലേ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് അവർ തരും, അല്ലെങ്കിൽ ഹൈറ്റ് അവർ തരും. എന്തെങ്കിലും ഒന്ന് തന്നാലേ മാഗ്നിഫിക്കേഷന്റെ വാല്യൂ വെച്ച് അതിലേക്ക് എത്താൻ പറ്റുള്ളൂ.
ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഇതിനൊരു സ്പെഷ്യൽ ക്വസ്റ്റ്യൻ എഴുതാൻ പറഞ്ഞത്. ഇത് ചെയ്യണതിന് ഒരു മെത്തേഡ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ ചെയ്യാം, നിങ്ങൾ ശ്രദ്ധിച്ച് ഇവിടെ നോക്കുക കേട്ടോ. ഞാൻ തുടങ്ങി തരാം ഇത് എങ്ങനെ ചെയ്യാമെന്ന്. ഇങ്ങനെ ഫോക്കൽ ലെങ്ത് മാഗ്നിഫിക്കേഷൻ മാത്രം തരുന്ന ചോദ്യം കേട്ടോ. ഇതാണ് സ്പെഷ്യൽ ക്വസ്റ്റ്യൻ. ഫോക്കൽ ലെങ്ത് ആദ്യം നമുക്ക് എന്ത് ചെയ്യണം എന്നറിയോ? വിയും യുവും തമ്മിൽ മാഗ്നിഫിക്കേഷന്റെ വാല്യൂ വെച്ച് ഒരു ബന്ധം ഉണ്ടാക്കി എടുക്കണം. ഓക്കെ, അതെങ്ങനെയാന്ന് പറഞ്ഞാൽ അതെ മാഗ്നിഫിക്കേഷൻ എം ഈക്വൽ ടു നെഗറ്റീവ് വി ബൈ യു ആണെന്നറിയാലോ. ഓക്കെ, ഈ എമ്മിന്റെ വാല്യൂ 3 ആണെന്നറിയാലോ, 3. അപ്പൊ എനിക്ക് ഇത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് എന്തെന്ന് കിട്ടും? 3u ഈക്വൽ ടു മൈനസ് വി. ശരിയല്ലേ? 3u ഈക്വൽ ടു മൈനസ് വി. എനിക്ക് വി അപ്പൊ എന്തെന്ന് കിട്ടും? വി ഈക്വൽ ടു ഒന്ന് സൈൻ മാറ്റിയുള്ളൂ കേട്ടോ. ഒന്ന് അപ്പുറം ഇപ്പുറം ഒന്ന് സൈൻ മാറ്റിയുള്ളൂ, ഒരു കുഴപ്പമില്ല. അപ്പുറം ഇപ്പുറം ഒന്ന് സൈൻ ചേഞ്ച് ചെയ്താലൊന്നും ഒരു പ്രശ്നമില്ല, ഇക്വേഷൻ തെറ്റൊന്നുമില്ല. അപ്പൊ വി ഈക്വൽ ടു മൈനസ് 3. ഇത്രയും ക്ലിയർ ആവാത്ത ആരെങ്കിലും ഉണ്ടോ? ക്ലിയർ അല്ലേ? വി ഈക്വൽ ടു മൈനസ് 3, അതായത് വി ഒബ്ജക്ട് ഡിസ്റ്റൻസിന്റെ 3 ടൈംസ് ആണ് ഇമേജ് ഡിസ്റ്റൻസ്. ഇപ്പൊ ഈ പറഞ്ഞ കാര്യം നമുക്ക് അതിൽ നിന്ന് കിട്ടിയ കാര്യം തന്നെയാണ്. ഓക്കെ, എന്തിനെങ്ങനെ റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ എനിക്ക് ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയാ. 1/f ഈക്വൽ ടു 1/v പ്ലസ് 1/u. എനിക്ക് ഒബ്ജക്ട് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഏതാണ്? u ആണ്. അപ്പൊ എനിക്ക് u കണ്ടുപിടിക്കാൻ വേണ്ടി 1/u, അല്ല അങ്ങോട്ട് ഇരണ്ട കേട്ടോ, അങ്ങോട്ട് ഇരണ്ട, ഇങ്ങനെ തന്നെ ഇട്ട് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ കിട്ടൂല. ഈ 1/vയില് വിക്ക് പകരം എന്ത് കൊടുക്കുക? ഈ 3u നിങ്ങൾ ഇട്ട് കൊടുക്കുക. മനസ്സിലായോ? ഈ 1/vയില് വിക്ക് പകരം 3u. അപ്പൊ ഇവിടെ ഒരു അൺനോൺ അല്ലേ വരുള്ളൂ. ഒരു അൺനോൺ ഒരു ഇക്വേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. 1/f അറിയാം, ഈ 3u അറിയാലോ, മൈനസ് 3u. ഓക്കെ, ഇവിടെ മൈനസ് 3u എന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം? നേരത്തെ ചെയ്ത പോലെ ക്രോസ് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്തിട്ട് ചെയ്യാം കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോ, നിങ്ങൾ തന്നെ ഒന്ന് ചെയ്തു നോക്കും. ബിലാൽ നാസർ പറഞ്ഞോളൂ. ഹായ ചോദിച്ചോ. ഞാൻ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തത്, പക്ഷെ ക്രോസ് മൾട്ടിപ്ലിക്കേഷന്റെ ഇടയിൽ അവിടെ തെറ്റിപ്പോയി, എന്താന്ന് അറിയില്ല. എങ്ങനെയാ? -3u ഇൻറ്റു വി അല്ലേ വരുക? -3u ഇൻറ്റു 1 അല്ലേ ഉള്ളൂ. ഓക്കെ ഫൈൻ. അല്ല, ഡിനോമിനേറ്റർ ആണോ പറഞ്ഞേ? ഡിനോമിനേറ്റർ ആണോ പറഞ്ഞേ? ഡിനോമിനേറ്റർ -3u ഇൻറ്റു യു അല്ലേ? എന്താന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ 2 അണ്ണോ വന്ന ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. മാത്സിലെ ഒരു ഇക്വേഷനും നമുക്ക് അതിനകത്ത് 2 അണ്ണോൺ ഒരു ഇക്വേഷൻ ആണെങ്കിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ല. 2 അണ്ണോൺ എന്ന് ഉദ്ദേശിച്ച് അറിയില്ലാത്ത വേരിയബിൾ ആട്ടോ. ABCD എന്ന് പറഞ്ഞ് ഇടൂലോ നമ്മള്. ഓക്കെ, അപ്പൊ ഇതിൽ യുവും വിയും നമുക്ക് അറിയില്ലാണ്ട് ശരിയാവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? വിനെ യുടെ ടൈംസിലേക്ക് ആക്കി. അതിനാണ് അവർ മാഗ്നിഫിക്കേഷൻ തന്നേക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് ഒരു സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ആയിട്ട് അവിടെ എഴുതി വെച്ചേക്കാം. പറഞ്ഞോ സാർ. വി എങ്ങനെ സാർ -3u ആയേ? വി ഇമേജ് അല്ലേ? ഇമേജ് ഡിസ്റ്റൻസ് ഫോംഡ് മാഗ്നിഫിക്കേഷൻ ഇതിൽ 3 ടൈംസ് എന്നല്ല പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, ഇവിടെ ഒന്ന് പറയാം. ആരെ ചോദിച്ചാളാരാ? ഇത് അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ കിട്ടിയെന്ന് വരില്ല അല്ലെ. നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. ഇറക്റ്റ് ഇമേജ് എന്ന് പറയുമ്പോൾ നമ്മൾ അത് പോസിറ്റീവ് ആയിട്ട് എടുക്കുള്ളൂ അല്ലെ. ഓക്കെ, മാഗ്നിഫിക്കേഷന്റെ വാല്യൂ 3 അല്ലേ? ഈ ഇക്വേഷനിൽ ഇട്ട് ചെയ്താൽ മതി, എന്നാലേ കിട്ടുള്ളൂ. ഇക്വേഷനിൽ ഇട്ട് ചെയ്താൽ മതി, കാരണം നമുക്ക് സൈൻ അറിയില്ലല്ലോ. ഓക്കെ, ഇക്വേഷൻ ഇട്ടാണ്ട് ചെയ്താൽ എങ്ങനെയാ കിട്ടുക? മാഗ്നിഫിക്കേഷൻ 3 ടൈംസ് അല്ലെ. അപ്പൊ 3 ഇറക്റ്റ് ഇമേജ് പ്ലസ് 3. അങ്ങനെ കിട്ടൂല. അപ്പൊ ഇക്വേഷനിൽ ഇട്ട് ചെയ്താൽ മതി. എം ഈക്വൽ ടു -v/u. എമ്മിന്റെ വാല്യൂ 3 ആണ്. u 3 ഇൻറ്റു യു. 3 ഇൻറ്റു യു നമുക്ക് ചെയ്ത് കിട്ടുന്ന -v അല്ലേ? -v അല്ലേ? അപ്പൊ v എന്ന് പറയുന്ന -3u ആയിരിക്കും. ഓക്കെ, പിന്നെ അവിടെ സൈസും അല്ല പറഞ്ഞേക്കുന്നത്, സൈസാ പറഞ്ഞേക്കുന്നത്. അത് തന്നെ അതാണ് കറക്റ്റ്. സൈസ് അല്ലേ പറഞ്ഞേക്കണേ. അപ്പൊ അതിനകത്ത് നെഗറ്റീവ് ഇല്ലല്ലോ. സൈസ് HI/HO നെഗറ്റീവ് ഇല്ലല്ലോ. ആ വാല്യൂലേക്ക് ഒരു നെഗറ്റീവ് ഇതിൽ കയറി വരുമല്ലേ ഇക്വേഷനിൽ. മനസ്സിലായോ? ഡിസ്റ്റൻസ് അല്ല പറഞ്ഞേക്കണേ, അതാണ് സൈസ് ആണ്. HI/HO എന്നല്ലേ. HI/HO ആണെങ്കിൽ 3 ആയിരിക്കും. പക്ഷെ നമ്മൾ ഈ v/u ചെയ്യുമ്പോൾ അവിടെ മൈനസ് എക്സ്ട്രാ കയറി വരുന്നുണ്ട്. അതാണ് അവിടെ ഒരു നെഗറ്റീവ് കയറി വന്നേക്കുന്നത്.
ചെയ്തോ? ഇത് ചെയ്യാൻ ക്രോസ് ചെയ്യാ. ആരെന്നെ ക്രോസ് ചെയ്യാൻ സഹായിക്കുക? അഫിയ പറഞ്ഞോ. അഫിയ പറഞ്ഞോ. 1 into u. u. Minus 3u into 1. Minus 3u. Divide by 3u into u. 3u into u. u into u എന്താ? u into u. u plus u എന്താ? u plus u. ഈ യുവും വി ഒക്കെ പ്രശ്നമല്ലേ? ഒരു മാങ്ങയുടെ കൂടെ വേറൊരു മാങ്ങ കൂടി എത്ര മാങ്ങയാവും? 2 മാങ്ങ. അപ്പൊ ഒരു യുടെ കൂടെ വേറൊരു യു കൂടി എത്ര യു ആവും? ഇനിയിപ്പോ വേറെ എന്തെങ്കിലും എക്സാമ്പിൾ പറയണോ? വേണ്ട. ഇനി യു ഇൻറ്റു യു എന്താ? യു ഇൻറ്റു യു. എക്സ് ഇൻറ്റു എക്സ് എന്താ? നിങ്ങൾക്ക് എക്സാ പരിചയം, അതാ പ്രശ്നം. എക്സ് ഇൻറ്റു എക്സ് എന്താ? അതുപോലെ തന്നെ ഇവിടെ. അപ്പൊ യു ഇൻറ്റു യു എന്ന് പറയുന്ന ആർക്ക് പറയാം? ഒരാൾ പറഞ്ഞേ. യു സ്ക്വയർ. യു സ്ക്വയർ. യു ഇൻറ്റു യു യു സ്ക്വയർ. അപ്പൊ മൈനസ് 3 യു സ്ക്വയർ. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു -3 കൂടെ ഉണ്ടല്ലോ. -3 ഇൻറ്റു യു ഇൻറ്റു യു -3 യു സ്ക്വയർ. ഇനി യു വിന്ന് 3 യു കുറച്ച എത്ര ഷുഹൈബേ? യു വിന്ന് 3 യു കുറച്ച ഓക്കെ. തിരിച്ചു പറഞ്ഞേ. 3 യു വിന്ന് 1 യു കുറച്ച എത്രയാ? 2u അല്ലേ? 3 മാങ്ങയെന്ന് 2 മാങ്ങ കുറച്ച 1 മാങ്ങ അല്ലേ? 3 മാങ്ങയെന്ന് 1 മാങ്ങ കുറച്ച 2 മാങ്ങ. 3 പേനയെന്ന് 2 പേന കുറച്ച 1 പേന എന്ന് പറയുന്ന പോലെ. അപ്പൊ 3 യുന്ന് 3 യു എഴുതിയിട്ട് 1 യു വെട്ടിക്കളഞ്ഞ പിന്നെ എന്താ ഉള്ളത്? 2 യു. അങ്ങനെ ആലോചിച്ചാൽ മതി. ഇത് വലിയ കാര്യമൊന്നുമില്ല കേട്ടോ. അപ്പൊ 3u മൈനസ്, ഇപ്പൊ നമ്മളോട് ഒരാൾ 4 - 5 ചോദിച്ചാൽ നിങ്ങൾ 5 - 4 ചെയ്താൽ മതി. കാരണം നിങ്ങൾക്ക് വലുതിന്നല്ല ചെറുത് കുറയ്ക്കണ്ടേ? ചെറുതിന്ന് വലുത് കുറയില്ലല്ലോ. വലുതിന്നല്ല ചെറുത് കുറയ്ക്കുക. അപ്പൊ അതുപോലെ u - 3 ചോദിച്ചാൽ നിങ്ങൾ 3u - u ചെയ്താൽ മതി. സൈൻ ശ്രദ്ധിക്കണം. സൈൻ എപ്പോഴും വലിയ നമ്പറിന് ഇട്ട് കൊടുക്കുക. മനസ്സിലായോ? സൈൻ ഏതിന്റെ ഇട്ട് കൊടുക്കുക? അപ്പൊ എന്ത് വരും? നിങ്ങൾ u - 3u ചെയ്യണ്ട. നിങ്ങൾ 3u - u ചെയ്താൽ മതി. എന്നിട്ട് സൈൻ എന്തിട്ട് കൊടുക്കണം? ഷാനെ, സൈൻ വലിയ നമ്പർ. അതിനകത്ത് വലുതേതാ? ആ ഇല്ല, ഞാൻ പേര് മാറ്റി. ഷെഹൻ എന്ന എന്റെ പേര്. പറ, പെട്ടെന്ന് പറ. എന്റെ അടുത്താണോ ചോദിക്കുമ്പോൾ ഇവരുടെ നെറ്റ് പോലും ഇവരുടെ അത്ര നേരം. ആ -2u വരും. -2u ഡിവൈഡ് ബൈ ഇത് -3 യു സ്ക്വയർ അല്ലെ? ഇങ്ങനെയല്ലേ വരിക? സാർ എന്റെ നെറ്റ് തീരാറായി. ആരുടെയാ? അച്യുത്. അപ്പോ എന്ത് ചെയ്യും? അപ്പൊ ഓഫീസിൽ പറഞ്ഞ ക്യാമറ ഓഫ് ആക്കാൻ പറ്റുമോ? ഞാൻ ഇവിടെ എഴുതി വെച്ചോളാം കേട്ടാ. സാർ എന്റെ സെയിം പ്രശ്നം. ആരുടെ? എന്റെ നെറ്റ്. അയ്യോ, ഞാൻ ഹോസ്റ്റൽ അപ്പുറത്തെ കോണിന്ന് മാറിക്കോട്ടെ. മാറിക്കോ. ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ചോട്ടോ. ഇനി എന്ത് ചെയ്യണം? ഇത് 2 നെഗറ്റീവ് അല്ല. അപ്പൊ എനിക്ക് വേണേ എന്ത് ചെയ്യാം? ഇതിനെ പോസിറ്റീവ് ആക്കാം. 2 നെഗറ്റീവ് വന്നാൽ നിങ്ങൾക്ക് അത് കട്ട് ചെയ്തോളെ, ഒരു കുഴപ്പമില്ല കേട്ടോ. 2 നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ അത് പോസിറ്റീവ്. എന്തായാലും ആൻസർ പോസിറ്റീവ് അല്ലേ? 2. അപ്പൊ നേരെ അവിടെ പോസിറ്റീവ് ഇട്ടു, ഒരു കുഴപ്പമില്ല കേട്ടോ. തിരിച്ച് പോസിറ്റീവ് ഇട്ടു. അപ്പൊ എന്ത് വരും? 2/3u എന്ന് കിട്ടും. ശരിയല്ലേ? 2/3u. ഓക്കെ ആണല്ലോ? എന്തെങ്കിലും സംശയം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചേ. u - 3u ഒക്കെ ശ്രദ്ധിക്കണം. u - 3u എന്ന് ചോദിച്ചാൽ നിങ്ങൾ 3u - u ചെയ്യുക, വലുതിന്റെ സൈൻ ഇട്ട് കൊടുക്കുക. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ. 5 - 10 ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് 5 നിന്ന് 10 കുറയ്ക്കാൻ അറിയില്ലല്ലോ. നിങ്ങൾക്ക് 10 നിന്ന് 5 കുറയ്ക്കാൻ അറിയാവുന്ന. അപ്പൊ അത് ചെയ്യുക. സൈൻ വലിയ നമ്പറിന് ഇട്ട് കൊടുക്കുക. അപ്പൊ -5 എന്ന് വരും. 5 - 10. ചോദിച്ചോ. സാർ ആ u - 3u ബൈ -3u സ്ക്വയർ ഇട്ടോ പറഞ്ഞല്ലോ. പറഞ്ഞുതരാം. u - 3u ബൈ ഇവിടെ നോക്കിക്കോ. നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്ന ഒരു യുവിൽ നിന്ന് ഒരു പെൻസിൽ ചെയ്യുന്ന 3 പെൻസിൽ കുറച്ച് എത്രയാ? അമീനെ, ഒരു പെൻസിൽ നിന്ന് 3 പെൻസിൽ കുറച്ച് എത്രയാ? കുറയ്ക്കാൻ പറ്റുമോ? അപ്പൊ എന്ത് ചെയ്യാ? തിരിച്ചു ചെയ്യാം. 3 പെൻസിൽ നിന്ന് 1 പെൻസിൽ കുറയ്ക്കാന്ന് പറഞ്ഞു. അപ്പൊ യുവിൽ നിന്ന് 3 യു കുറയ്ക്കാൻ അറിയില്ലെങ്കിൽ എന്ത് ചെയ്യാ? 3 യുവിൽ നിന്ന് 1 യു കുറച്ച എത്രയാ? 2 യു ആണോ? 3 മാങ്ങയെന്ന് 1 മാങ്ങ കുറച്ച എത്രയാ? 2 മാങ്ങ. അവിടെ മാങ്ങാന്ന് പറയൂ അല്ലെ? ഞാൻ 3u ന്ന് 1 യു കുറയ്ക്കാൻ പറയുമ്പോ 2 എന്നാ പറയുള്ളൂ അല്ലെ? 3u ന്ന് 1 യു കുറച്ചാ 2u അല്ലേ? 2u കേട്ടോ, 2u. അപ്പൊ ആ യു ഇടുക. സൈൻ ഇടുമ്പോ എപ്പോഴും വലിയ നമ്പറിന്. എപ്പോഴും വലുത് ഏതാ? ഇതിനകത്ത് ലെഫ്റ്റ്. ഇത് നെഗറ്റീവ് ആണ്. നമ്മുടെ വിർച്വൽ വേൾഡ് പറഞ്ഞ പോലെയാണ്.
ഇത് നെഗറ്റീവ് ആണ്, വേറെ ലോഗാണ് കേട്ടാ. ഓക്കെ, അപ്പൊ നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുക്കണം. കാരണം റിയൽ വേൾഡ് അല്ല അല്ലേ, ചെറുതിന്ന് വലുത് കുറയ്ക്കുമ്പോൾ തന്നെ അറിയാം അതെന്തായാലും റിയൽ വേൾഡ് അല്ലല്ലോ, അങ്ങോട്ട് പോകും, വിർച്വൽ വേൾഡ് ആയിരുന്നു നമ്മുടെ ഫിസിക്സിന്റെ ഭാഷ പറഞ്ഞു കേട്ടാ. ഓക്കെ, അപ്പൊ u മൈനസ് 3u എന്ന് പറയുമ്പോ -3u വരും, -3u. ഓക്കെ, ആ പറഞ്ഞോ. ഈ താഴെയുള്ള യു സ്ക്വയറും മേളത്തെ ഒരു യുവും വെട്ടി അങ്ങനെ ചെയ്യാൻ പറ്റുമോ? വെട്ടി പോവോ? ആ വെട്ടി പോവും. ഒരു യു മേളിലും താഴെ ഉണ്ടെങ്കിൽ നമ്മൾ വെട്ടില്ല. ഇപ്പൊ ഒരു 5 മേളിലും ഒരു 5 താഴെയാണ് നമ്മൾ വെട്ടില്ല ഡിവിഷനില്. അപ്പൊ -3u/3 എന്ന് വരില്ലേ? -2u അല്ലേ, 2u -2/3u അല്ലേ? അല്ല സാർ, താഴത്തെ യു സ്ക്വയറിന്റെ ഒരു യു വെച്ച് മേളിലത്തെ ആ യു വെട്ടാം, അങ്ങനെ പറ്റുമെന്നാണ് ചോദിച്ചത്. ആ ഒരു യു ഇതിൽ അതാ വെട്ടിപ്പോയേക്കണം. ഈ യു സ്ക്വയറിലെ ഒരു യുവും ഈ 2u ആണ് വെട്ടിപ്പോയേക്കുന്നത്, മനസ്സിലായോ? 2u ചെയ്യണതിന് മുമ്പ് ചെയ്യാൻ പറ്റുമോ? 2u ചെയ്യണേന് ഇല്ല പറ്റില്ല. ഇടയ്ക്ക് ഒരു പ്ലസ് മൈനസ് കിടക്കുന്നുണ്ടോ? കാരണം എന്താണെന്നറിയോ, ഈ 3uക്ക് ഇവര് രണ്ടുപേരും അവകാശികളാ. ഇപ്പൊ നടുക്ക് മൈനസ് കിടക്കുന്നുണ്ട്, നെഗറ്റീവ് കിടക്കുന്നുണ്ട്. ശരിക്കും ഇതിന്റെ മീനിങ് എന്താണെന്നറിയോ, u/3u സ്ക്വയർ -3u/- ഇങ്ങനെ രണ്ടിനും അവകാശികളാണ് ഈ ന്യൂമറേറ്റർ കിടക്കുന്ന വാല്യൂ. അതാണ് ഇവിടെ നടുക്ക് മൈനസ് കിടക്കണേ നമുക്ക് വെട്ടിക്കളയാൻ പറ്റില്ല കേട്ടോ. മൈനസ് ഒന്നും ഇല്ലെങ്കിൽ വെട്ടിക്കളയാം, കാരണം ഇത് സ്പ്ലിറ്റ് ആണ്. ഇത് സ്പ്ലിറ്റ് ചെയ്യുക ചെയ്യേണ്ടത്, ഇത് മൈനസ് ഇത് അങ്ങനെ സ്പ്ലിറ്റ് ആവുക ചെയ്യുക. അതുകൊണ്ട് നമുക്ക് ഒരെണ്ണത്തിലേക്ക് മാത്രം എടുത്തിട്ട് വെട്ടിക്കളയാൻ പറ്റില്ല. വെട്ടുവാണെങ്കിൽ ഇത് സെപ്പറേറ്റ് രണ്ടിനും വെട്ടണം, അതൊക്കെ ഭയങ്കര പാടല്ല. അതിൽ നല്ല എന്താണ്, ചെയ്ത ശേഷം മാത്രം വെട്ടുക. ഓക്കെ, അല്ലെങ്കിൽ മൊത്തത്തിൽ യു വെട്ടിക്കളയാൻ വേണമെങ്കിൽ അതും പറ്റില്ല. അത് പറ്റില്ല, ഇതിനകത്ത് പറ്റില്ല. അത് ഇക്വേഷനിലൊക്കെ നമുക്ക് ചെയ്യുമ്പോ. ഓക്കെ, കഴിഞ്ഞാ? അല്ലെ യു പുറത്തെടുത്തു കഴിഞ്ഞാ u × 1 - 3/u അങ്ങനെ വേണമെങ്കിൽ വെട്ടുമൊക്കെ ചെയ്യും. പക്ഷെ അതിലേക്കൊക്കെ പോണതിനൊക്കെ നല്ലത് ഇത് സിംപ്ലിഫൈ ചെയ്ത ശേഷം വെട്ടുന്നതാണ്. ഓക്കെ, ഇനി കഴിഞ്ഞാ? ഇത് കഴിഞ്ഞല്ലോ, 2/3. ഇനി 1/f നമുക്ക് അറിയാം. 1/f എന്ന് പറഞ്ഞാൽ 1/-12 ആന്ന് കിട്ടി. ഇനി 2/3u ചെയ്യാൻ എളുപ്പമല്ലേ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇനി ആൻസർ ആയി, യുടെ ആൻസർ ആയി കേട്ടോ. പറഞ്ഞോ. -12 നേരെ റെസിപ്രോക്കൽ എടുത്തിട്ട് 3u/2 റെസിപ്രോക്കൽ എടുക്കാമോ? ആ വേണേ അങ്ങനെ ചെയ്തോ. -12 = 3u എന്നല്ലേ, 3u/2 അല്ലേ? ഒരു കുഴപ്പമില്ല ചെയ്തോ. കാരണം അപ്പൊ 12 ഒന്നും ആയിക്കോളൂല്ലോ. അങ്ങനെ ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടവർക്ക് ഇങ്ങനെ ചെയ്യാം. ഞങ്ങളെ മാത്സിൽ അങ്ങനെ ജനറൽ ആയിട്ട് ഒരു എളുപ്പ വഴി, ഒരു പെർസ്പെക്റ്റീവ്, അങ്ങനെ ഒരു ജനറൽ പെർസ്പെക്റ്റീവ് ഇല്ല കേട്ടോ. നിങ്ങൾക്ക് ഏതാണ് ചെയ്യാൻ എളുപ്പം അതാണ് എളുപ്പ വഴി. നിങ്ങൾ ഓരോരുത്തരും ചിലപ്പോൾ ഒരാൾക്ക് എളുപ്പമുള്ളതായിരിക്കില്ല മറ്റേ ആൾക്ക്, അതുകൊണ്ട് നിങ്ങൾ എളുപ്പമുള്ള മെത്തേഡ് ചെയ്തു. ഓക്കെ സാർ, -2 അല്ലേ? -2 ആണോ? സോറി -2 അല്ലേ? നെഗറ്റീവ് ആണോ? അല്ല, ഞാൻ മൈനസ് മാറ്റി പ്ലസ് ആക്കി. -/- പോസിറ്റീവ് ആണല്ലോ ആൻസർ എന്തായാലും. അതുകൊണ്ട് ഞാൻ ഇവിടെ ഇത് നെഗറ്റീവ് വെട്ടി പോസിറ്റീവ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെഗറ്റീവ് തന്നെ ഇട്ട് ചെയ്യാം. ഇവിടെ നിന്ന് ഈ സ്റ്റെപ്പിൽ നിന്ന് വേണമെങ്കിൽ ഇങ്ങോട്ട് പോവാം, കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ താഴെ നെഗറ്റീവ് വരും. താഴത്തെ നെഗറ്റീവ് പോവില്ലേ, 2/3u ആവൂലേ? അങ്ങനെ ആവും. അതാണ് ഓൾറെഡി ഞാൻ ചെയ്തേക്കുന്നത് കേട്ടോ. എന്തായാലും നെഗറ്റീവ് ഡിവൈഡ് ചെയ്തിട്ട് ആൻസർ പോസിറ്റീവാ. അപ്പൊ പിന്നെ എന്തിനാ വെറുതെ നെഗറ്റീവിനെ ചുമന്നുകൊണ്ട് കിടക്കുന്നത്? അത് പോസിറ്റീവ് ആക്കി കൂടെ? അത് രണ്ടും പോസിറ്റീവ് ആക്കിയാലും കുഴപ്പമില്ല. കഴിഞ്ഞാ? പറഞ്ഞോ. ഇത് ക്രോസ് ചെയ്യുമ്പോ 2 × -12 പ്ലസ് ആണോ മൈനസ് ആണോ? 2 × -12 മൈനസ്, പോസിറ്റീവ് നെഗറ്റീവ് അല്ലേ? പ്ലസും മൈനസും മൈനസ് കേട്ടോ. ഓക്കെ, എത്ര വരും? എത്ര വരും? പറഞ്ഞോ. 2 × -12 അത് കഴിഞ്ഞിട്ട് പ്ലസ് ആണോ 1 × 3u തന്നെ? അത് തന്നെ, അത് 1 × 3 പ്ലസ് വരും. ഇല്ല പറഞ്ഞു. നിങ്ങക്ക് 5:30 മണിയാകുമ്പോഴേ നിങ്ങൾക്ക് ഒരു ഇൻസ്ട്രക്ഷൻ തരാനുണ്ട് കേട്ടോ. ഓക്കെ, നിങ്ങളുടെ ബൈ വീക്ക്ലിയുടെ കാര്യങ്ങളൊക്കെ. അപ്പോ ആരും ലെഫ്റ്റ് ആവരുതേ. ഞാൻ ചിലപ്പോ ആ ഒഴുക്കിൽ അങ്ങ് ലെഫ്റ്റ് ആയി പോകൊള്ളാൻ അറിയാണ്ട് പറഞ്ഞു, അതാണ് ഇപ്പോഴേ പറഞ്ഞത് കേട്ടോ. ഓക്കെ, കഴിഞ്ഞാ?
അതുപോലെ അത് കഴിഞ്ഞിട്ട് ഞാൻ വെയിറ്റ് ചെയ്യും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിച്ചോളണം കേട്ടോ. ഒന്ന് പറഞ്ഞേക്കണം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ. കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. യു കിട്ടിയോ? എത്ര കിട്ടിയ? -8 ആണ് കിട്ടിയേ. -8. ആ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. -8 സെന്റിമീറ്റർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് പെട്ടെന്ന് എഴുതിക്ക്. രാവിലത്തെ ഈ ക്വസ്റ്റ്യനും കൂടെ കഴിഞ്ഞു. നിങ്ങൾ കുറച്ച് സ്പീഡ്, നിങ്ങൾ കുറച്ച് സ്ലോ ആണ്. എഴുതിക്കോ, മനസ്സിലാക്കുക കേട്ടോ, മനസ്സിലാക്കുക, അതാണ് പ്രധാനം. ഷേവിംഗ് മിറർ ഓഫ് ഫോക്കൽ ലെങ്ത്. ഷേവിംഗ് മിറർ ഓഫ് ഫോക്കൽ ലെങ്ത് 72 centimeter is kept in a beauty clinic. 72 centimeter is kept in a beauty clinic. Kept in a beauty clinic. Okay. A man uses it standing. ഒരാളത് ഉപയോഗിക്കുവാണ്. A man uses it standing. 18 centimeter away from mirror. 18 centimeter മാറിയിട്ട് കേട്ടോ. 18 centimeter away from mirror. At what distance will the image formed? At what distance will the image formed? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്റെ കൂടെ എഴുതി പൊക്കോ. At what distance will the image formed? Will the image formed? Okay, അടുത്ത ക്വസ്റ്റ്യൻ. Is the image real or virtual? Is the image real or virtual? Is the image real or virtual? അടുത്ത ക്വസ്റ്റ്യൻ. What is the magnification of the image? What is the magnification of the image? ഓക്കെ, ഇത് ഏത് മിററാന്ന് കണ്ടുപിടിച്ച് എത്ര പേരുണ്ട്? ഈ ക്വസ്റ്റ്യൻ വായിച്ചപ്പോ തന്നെ ഇത് ഏത് മിററാന്ന് കിട്ടിയവര്? ആ കൊള്ളാം, ഇത്രയും പേരുണ്ട്. ബാക്കിയുള്ളവർക്ക് കിട്ടിയില്ല. അബിനൊന്നും കിട്ടിയിട്ടില്ല. ഏത് മിററാന്ന്? അബിൻ പേജ് മറക്കുന്ന തിരക്കിലാണ് അല്ലെ? പുറകോട്ട് പോണം. ഏത് മിററാന്ന് കണ്ടുപിടിക്കുക. ഷേൻ പറഞ്ഞോ, ഷേനെ ഏത് മിററാ അത്? കോൺകേവ്. മുഹമ്മദ് റൈഹാൻ VS, കോൺകേവ് ആണോ കോൺവെക്സ് ആണോ? കോൺകേവ്. ഓക്കെ, കോൺകേവ്. ഷേവിംഗ് മിറർ എന്ന് പറഞ്ഞാൽ കോൺകേവ് ആട്ടോ. ഇപ്പൊ ഷേവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഏത് മിറർ ആണെങ്കിലും മതി അല്ലെ? പ്ലെയിൻ മിറർ ആയാലും കുഴപ്പമില്ല. ഇനി വണ്ടിയുടെ റെയർ മിററിലാണെങ്കിൽ നമുക്ക് ഷേവ് ചെയ്യാൻ പറ്റും. പക്ഷെ ഷേവിംഗ് മിറർ എന്ന് കേട്ടാൽ അവിടെ ഏത് ഉപയോഗിച്ചോളണം? അത് കോൺകേവ് ആയിട്ട് എഴുതിക്കൊള്ളണം കേട്ടോ. ഷേവിംഗ് മിറർ കോൺകേവ്. ഉണ്ടോ? ഇത് കോൺകേവ് ആണെന്ന് അറിയാത്തവന് ഈ ചോദ്യമേ ചെയ്യാൻ പറ്റില്ല അല്ലെ? ഇതിന്റെ ആൻസർ ചെയ്യണ എങ്ങനെയാ? ബാക്കിയുള്ള സൈൻ ഒന്നും അറിയില്ല, എല്ലാം തെറ്റിപ്പോവും. അതുകൊണ്ടാണ് അതും കൂടെ പഠിക്കണം. തിയറി പാർട്ടും ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ ഇതിന്റെ ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് എടുക്കണോ നെഗറ്റീവ് എടുക്കണോ ഷുഹൈബേ? ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് എടുക്കണോ നെഗറ്റീവ് എടുക്കണോ? ഷുഹൈബ് VS നെഗറ്റീവ് എടുക്കണം. അപ്പൊ നെഗറ്റീവ് 72 സെന്റിമീറ്റർ. ഓക്കെ, ഒരാൾ അതിന്റെ ഫ്രണ്ടിൽ നിൽക്കുവാന്നാ പറഞ്ഞേക്കുന്നത് അല്ലെ? എത്ര സെന്റിമീറ്റർ മാറി അല്ല മീനെ നിൽക്കുന്നേ? എത്ര സെന്റിമീറ്റർ മാറിയാ നിൽക്കുന്നേ? 18 സെന്റിമീറ്റർ. അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ഇപ്പൊ പറയാട്ടോ. ഇപ്പൊ പറയാന്നോ? നെഗറ്റീവ് ആണെന്ന് വേണ്ടി ഞാനിവിടെ വെയിറ്റ് ചെയ്യണായിരിക്കും അല്ലെ? നെഗറ്റീവ്. നെഗറ്റീവ് അതൊക്കെ കേട്ടോ. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സ്പോട്ടിൽ നെഗറ്റീവ് എന്ന് പറഞ്ഞോളണം കേട്ടോ. അത് ഓക്കെ. നെഗറ്റീവ് അത് ചിന്തിക്കേണ്ട വരരുത്. ഒബ്ജക്റ്റ് അല്ലേ? ഒബ്ജക്റ്റ് എപ്പോഴും നെഗറ്റീവ് ആണ് കേട്ടോ. ഓക്കെ, ഇനി എന്താ? ഇനി വി കണ്ടുപിടിക്കാം. ഇനി ഇപ്പൊ എന്താ കുഴപ്പം? വി കണ്ടുപിടിക്കുക. 1/f = 1/v + 1/u. വി കണ്ടുപിടിക്കാനുള്ളത് കൊണ്ട് 1/v ഇടുക, മറ്റവൻ അപ്പുറത്തെട്ടുക കേട്ടോ. 1/f - 1/u. അപ്പൊ 1/ എന്ത് വരും ഒന്ന് പറഞ്ഞ ഒരാൾ ആരാ പറയാ? മുഹമ്മദ് അമാൻ ഒന്ന് പറഞ്ഞ. അമാനെ 1/. Sir, 1/- -72. -72 - 1/. -18. ഇനി ഇത് നിങ്ങൾക്ക് നമ്മൾ ഇതുവരെ ചെയ്ത മെത്തേഡ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. അതായത് ക്രോസ് ചെയ്ത്, പക്ഷെ അതിലൊരു എളുപ്പത്തിന് ഞാനൊരു വഴി പറഞ്ഞുതരാം. ഇതിന്റെ LCM എടുക്കുവാണെങ്കിൽ കുറെ കൂടി എളുപ്പം കിട്ടും നിങ്ങൾക്ക് കേട്ടോ. എങ്ങനെയാണെന്നറിയാം ആർക്കെങ്കിലും? LCM എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഗൗരിക്കറിയാം LCM എടുക്കാന്ന്?
അറിയില്ല. എന്നാ ഗൗരിയുടെ അടുത്ത് ഞാൻ ഒരു ചോദ്യം ചോദിക്കാം. 7 3 10 6 കൂട്ടി എത്രയാ? ഗൗരിക്ക് അറിയാവോ? എന്നാ സാർ? 7 3 10 6 കൂട്ടി എത്രയാന്ന് അറിയാവോ? 6 + 3 അങ്ങനെയാണോ? എത്രയാന്ന് അറിയാം? ഒറ്റയടിക്ക് പറയണം. അങ്ങനെ അറിയില്ല. അങ്ങനെ അറിയില്ല. എന്നാ ഞാൻ വേറൊരു ചോദ്യം ചോദിക്കാം. 7 3 7 2 കൂട്ടി എത്രയാന്ന് അറിയാവോ? അറിയാം. എത്രയാ? 5/7. 5/7 അല്ലെ? ഒരു കേക്ക് ഉണ്ട്, 7 മുറിച്ചു. വിശക്കണ്ട ആർക്കെങ്കിലും? കേക്ക് 7 മുറിച്ചു. അതിൽ 3 കഷ്ണം ആദ്യം ഗൗരിക്ക് കൊടുത്തു. അപ്പൊ ഗൗരി പറയാണ് ആ കേക്കിന്റെ 7 3 എന്റെ കയ്യിൽ നിന്ന് പറയാണ്. ഞാൻ വീണ്ടും അതിൽ നിന്ന് 2 കഷ്ണോടെ എടുത്തു കൊടുത്തു. അപ്പൊ ഗൗരി പറയും ആ കേക്കിന്റെ 7 5 കഷ്ണം ഉണ്ടെന്ന്. എന്താ ഇവിടെ എളുപ്പം കിട്ടാനുള്ള കാരണം? ഈ ഡിനോമിനേറ്റർ സെയിം ആയതാണ്. അപ്പൊ ഡിനോമിനേറ്ററിനെ സെയിം ആക്കി കഴിഞ്ഞാൽ ഫ്രാക്ഷൻ സിമ്പിൾ ആണ്. ഫ്രാക്ഷൻ അഡീഷൻ കേട്ടോ. അതിന് പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. അപ്പൊ നമ്മൾ ഈ ഡിനോമിനേറ്റർ സെയിം ആക്കണമെങ്കിൽ ഈ താഴത്തെ ഡിനോമിനേറ്ററിനെ സെയിം ആക്കാൻ എന്ത് ചെയ്യണം? ആർക്ക് പറയാം? ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ചിലപ്പോൾ സെയിം ആക്കാൻ പറ്റും. നോക്കി, 18നെ ഈ 72 ആക്കാൻ പറ്റുമോ നോക്കിയാൽ മതി. ഈ -18 എന്തെങ്കിലും ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഏതെങ്കിലും നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 72 ആക്കാൻ പറ്റുമോ? ഒന്ന് ചുമ്മാ ആലോചിച്ചാൽ മതിയല്ലോ. 18 18 36 36 72. അതെ, വേവ് ചെയ്യുന്നു. ആരാണ്? റബീസ പറഞ്ഞോ. 4 × 4 അല്ലെ? ഇതിന് × 4 ചെയ്താൽ മതി. പക്ഷെ ഞാനിവിടെ വെറുതെ × 4 എന്ന് ചെയ്തു കഴിഞ്ഞാ എന്താ ശരിയാവോ? ഇല്ല. എനിക്ക് അതിനൊരു അധികാരം ഇല്ല. ഒരു വാല്യൂ ചുമ്മാ പോയി മാറ്റാൻ പറ്റുമോ? അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? മുകളിലും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഞാൻ ആ എഫക്ട് ഇല്ലാണ്ടാക്കി. മുകളിലും താഴെയും ഒരേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ അത് 1 കൊണ്ട് ഡിവൈഡ് ചെയ്യും പോലെയാ അല്ലെ? 4/4 എന്ന് പറഞ്ഞാൽ 1 അല്ലേ? 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെയാ. ഒരു കുഴപ്പമില്ല. പക്ഷെ നമുക്ക് കിട്ടിയ ബെനിഫിറ്റ് എന്താ? ഈ ഡിനോമിനേറ്റർ താഴെ 72 കിട്ടും. പിന്നെ നിങ്ങൾ ആ കേക്കിന്റെ കഷ്ണം കൂട്ടി വെച്ചോലെ എന്ത് ചെയ്താൽ മതി? ഇത് രണ്ടും ഇവിടെ കുറയ്ക്കുവാണ് ചെയ്യണം. മൈനസ് അല്ലേ? ഇത് രണ്ടും അങ്ങ് കുറച്ചാൽ മതി. ആൻസർ ആയി. താഴെ ഡിനോമിനേറ്റർ കോമൺ അല്ല. അപ്പൊ 72 ഇട്ടാൽ മതി. ഓക്കെ, ബാക്കി അടുത്ത ക്ലാസ്സിൽ ചെയ്താലും മതി. നിങ്ങൾക്ക് ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ട്, അതൊക്കെ കേട്ടിട്ട് വേണം പോകാനായിട്ട് കേട്ടോ. ഡൗട്ട് ഉണ്ടെങ്കിൽ നിന്നോ. ഓക്കെ ഓക്കെ, താങ്ക് യു. ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടോ? ഒന്ന് കൈപൊക്കാവോ? നോട്ടാ, അത് നമുക്ക് അടുത്ത ദിവസം കേട്ടോ. ഓക്കെ, ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കി. അഭിന എന്താ ചെറിയ ഡൗട്ടാണോ? ചോദിച്ചോ സാർ. ആ കഴിഞ്ഞ ക്വസ്റ്റിന്റെ ഒരു ഡൗട്ട് ആയിരുന്നു. നാളെ പറഞ്ഞാലും മതിയോ? നാളെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ഡൗട്ട് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ, മറക്കാണ്ട്. ഡൗട്ട് ക്ലിയർ ആക്കിയിട്ട് മതി. ഓക്കെ, അതെയോ? അന്ന് പറഞ്ഞോ, പെട്ടെന്ന് പറഞ്ഞോ. അല്ല സാർ, ലാസ്റ്റ് ക്വസ്റ്റിന്റെ -24 + 3u / -12 × 3u ഇല്ലേ, അത് ചെയ്ത് എങ്ങനെയാന്ന് പറയാമോ? ഇതല്ലേ? ഓക്കെ, ഇത് ക്രോസ് ചെയ്യും. ഇത് ക്രോസ് ചെയ്യുമ്പോ 1 × 3u അല്ലേ? 1 × 3u 3u -12 × 2 -24. എനിക്ക് u അല്ലേ കിട്ടണ്ടേ? 3 യുടെ വാല്യൂ ആണ് -24. അപ്പൊ ഒരു യുടെ വാല്യൂ എന്ന് പറയുന്നത് -8 അല്ലേ? -8 അപ്പോഴല്ലേ -24 വരുന്നത്. ഓക്കെ, ഇത് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? ഈ 3നെ അങ്ങോട്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇവിടെ എന്താണോ ചെയ്യുന്നത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് വേണം അപ്പുറം ചെയ്യാൻ. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്താൽ അവിടെ ഡിവിഷൻ ചെയ്യണം. ഇവിടെ ആഡ് ചെയ്താൽ അവിടെ സബ്സ്ട്രാക്ട് ചെയ്യണം. ഇവിടെ ഡിവൈഡ് ചെയ്താൽ അവിടെ മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പൊ ഈ 3നെ അങ്ങോട്ട് മാറ്റും. ചിലർ ഈ 24നെ താഴെ എടുത്തിടും. 24നെ യൂനെ തൊടരുത്, അത് അവിടെ ഇരുന്നോളണം കേട്ടോ. അത് അനക്കരുത്. ആരെയാണോ മാറ്റുന്നത് അത് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാവുള്ളൂ. അപ്പൊ ഈ 3യും ഇതും അവിടെ തന്നെ ഇരുന്നോളണം കേട്ടോ. അപ്പൊ u = -24 ഇതിനെയാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. /3 എന്ന് വരും. which is equal to -8 സെന്റിമീറ്റർ എന്ന് വരും. ഓക്കെ ഓക്കെ ഹലോ, ഗുഡ് ഈവനിങ് സ്റ്റുഡൻസ്. നമ്മുടെ ബൈവീക്കുമായി ബന്ധപ്പെട്ടാണ് ഞാൻ കരുതുന്നത്. നമ്മുടെ 15th ബൈവീ ആരും ലെഫ്റ്റ് ആവില്ല കേട്ടോ. ആരെയും ലീവ് ചെയ്യുകയാണെങ്കിൽ പറഞ്ഞിട്ടേ ലീവ് ചെയ്യാവുള്ളൂ. ഞാൻ ഇപ്പോൾ കുറെ പേരെ ലീവ് ചെയ്യുന്നത് കണ്ടു. അപ്പൊ അവരുടെ പേരൊക്കെ ഞാൻ നാളെ പഠിച്ചോളാം. എന്താണ്? ബോബി ലീവ് ചെയ്തോ കേട്ടോ. ബോബി ലീവ് ചെയ്തു. ഓക്കെ, നമുക്ക് സ്റ്റാറ്റസിലേക്ക് കിടക്കാം. ഈ പ്രാവശ്യത്തെ ബൈവീക്കിലിയില് നല്ല പെർഫോമൻസ് കുറെ പേര് കാഴ്ചവെച്ചിട്ടുണ്ട്. എന്നിരുന്നാലും കുറെ പേര് താഴത്തേക്കും പോയിട്ടുണ്ട്. അപ്പൊ താഴത്തേക്ക് പോയവര് നല്ല രീതിയിൽ തന്നെ പഠിച്ച് അടുത്ത എക്സാമിന് നല്ല മാർക്ക് മേടിക്കുക. അപ്പോൾ ഞാൻ കാറ്റഗറി തിരിച്ചാണ് ഞാൻ ഓരോ പേര് വായിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് S1 കിട്ടിയ സ്റ്റുഡൻസിന്റെ പേരാണ് വായിക്കുന്നത്. അവർക്ക് ഞാൻ പേര് വിളിച്ചതിന് ശേഷം ലീവ് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് വൺ ഈസ്, കേൾക്കാൻ പറ്റത്തില്ല എല്ലാവർക്കും? ഓക്കെ, ആദിൽ കെ അബ്ദുൽ സലാം. S1 ആണ്. 2ന് ഫുൾ ആണ് കേട്ടോ. ആദിൽ കെ അബ്ദുൽ സലാം, വെൽ ഡൺ. ആദിൽ കെ അബ്ദുൽ സലാം ഉണ്ടെങ്കിൽ റെസ്പോണ്ട് ചെയ്യുക. നല്ല മാർക്കാണ് കേട്ടോ. അപ്പൊ ഇതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുക കേട്ടോ. ഓക്കെ, ലീവ് ചെയ്തോളൂ. അടുത്തത് അയാൻ ഇബ്രാഹിം. അയാൻ അതേപോലെ തന്നെ 8.5 and 10 മാർക്ക്. S1 നല്ല മാർക്കാണ് കേട്ടോ. അയാൻ നല്ല മാർക്കാണ് കേട്ടോ. വെൽ ഡൺ.
ദെൻ ഫസ്ന ഫാത്തിമ. ഫസ്ന ഉണ്ടോ? ഫസ്നയ്ക്ക് അതേപോലെ തന്നെ S1 നല്ല മാർക്കാണ്. ഓക്കെ, വെൽഡൺ. ഇത് കണ്ടിന്യൂ ചെയ്യാട്ടോ. അതേപോലെ തന്നെ ഹയ. ഹയക്കും കുഴപ്പമില്ല, രണ്ടിനും ഫുള്ളാണ്. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുക. S1 ആണ്. അടുത്ത എക്സാമിനും ഇതേപോലെ തന്നെ മാർക്ക് മേടിക്കുക കേട്ടോ. ഓക്കെ, ലീവ് ചെയ്തോളൂ. ദെൻ ഷെഹാൻ എം ഷാഫി. ഷെഹാൻ നല്ല രീതിയിൽ തന്നെ പഠിച്ച് എക്സാം എഴുതിയിട്ടുണ്ട്. 8.5 and 8.5. ഷെഹാനില്ലേ? ഷെഹാൻ നല്ല മാർക്കാണ് കേട്ടോ. ഇതിനെ കണ്ടിന്യൂ ചെയ്യുക. ഇടയ്ക്ക് ഇതിന്റെ പേരന്റ് വിളിക്കുന്നുണ്ട് ഓഫീസിലേക്ക്. ഇതിന്റെ പഠിത്തം എങ്ങനെയുണ്ട് ഒക്കെ ചോദിച്ച് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ, പുറകോട്ട് പോവാതെ. ഓക്കെ, ലീവ് ചെയ്തോളൂ കേട്ടോ. നെക്സ്റ്റ് S2 കിട്ടിയ സ്റ്റുഡൻസിന്റെ ലിസ്റ്റ് ആണ്. S2 കിട്ടിയതിൽ അബ്ദുൽ അസീസ് കുഴപ്പമില്ല. S2 ഞാൻ വിളിക്കുന്നവർക്ക് ലീവ് ചെയ്യാം കേട്ടോ. അഫിയ കുഴപ്പമില്ല. S2 പക്ഷെ 6 ഉള്ളൂ കേട്ടോ. 6 കിട്ടിയാൽ പോരാ, ഒരു 8 റേഞ്ചിലേക്ക് എത്തണം. അഹമ്മദ് അബ്ദുൽ കരീം കുഴപ്പമില്ല. S2 ആണ്. അഹമ്മദ് ഹലീം 9.5 and 6 S2 കുഴപ്പമില്ല. ആൽബിൻ ജെയ്സൺ കുഴപ്പമില്ല. S2 ആണ്. അമാൻ ഇലാഹിക്ക് എന്ത് പറ്റി? അമാൻ ഇലാഹി S1 മേടിക്കാമല്ലോ നിങ്ങൾക്കൊക്കെ. അമാൻ ഇലാഹി അല്ലേ? എന്ത് പറ്റിടാ? മാർക്ക് കഴിഞ്ഞ ബൈവേക്കിലേക്കും കുറവായിരുന്നു. എന്ത് പറ്റി? ശ്രദ്ധിക്കാട്ടോ. അടുത്ത എക്സാമിന് ശ്രദ്ധിക്കാട്ടോ. നെക്സ്റ്റ് എൽദോസ് അജി അതുപോലെ തന്നെ S1 ആണ്. അല്ല സോറി, S2 ആണ്. വെൽഡൺ. ഗൗരിക്കൊക്കെ S1ലേക്ക് എത്താട്ടോ.